ഹലോ വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. ഐ എം സഫീന. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ് കേട്ടോ. ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നോക്കിയേ. A business can run smoothly its operating activities only when appropriate amount of inventory is maintained. Inventory affect all operating activities like manufacturing, warehousing, sales, etc. എന്താ പറയുന്നത്? നമ്മൾ ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിന് അവരുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ലൈക്ക് മാനുഫാക്ചറിങ് വരും, അതിനകത്ത് സെയിൽസ് വരും, അതുപോലെ വെയർ ഹൗസിംഗ് വരും. ഇതെല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് അപ്രോപ്രിയേറ്റ് എമൗണ്ട് ഓഫ് ഇൻവെൻട്രി എന്ത് ചെയ്തിരിക്കണം? മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഫൈൻ. അപ്പോൾ ദ എമൗണ്ട് ഓഫ് ഓപ്പണിംഗ് ഇൻവെൻട്രി ആൻഡ് ക്ലോസിംഗ് ഇൻവെൻട്രി ഷുഡ് ബി സഫിഷ്യൻറ്റ് ഇനഫ് സോ ദാറ്റ് ദ അതർ ബിസിനസ് ആക്ടിവിറ്റീസ് ആർ നോട്ട് അഡ്വേഴ്സ്ലി അഫക്റ്റഡ്. അതായത് ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സെയിൽസിന് വേണ്ടി നമ്മൾ കരുതി വെച്ചിരിക്കുന്ന നമ്മുടെ ആ സ്റ്റോക്ക് പൈൽ അല്ലേ, അല്ലെങ്കിൽ ആ സ്റ്റോക്ക് പൈൽ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരുന്ന റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതിനെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് സ്മൂത്തറായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്ത് വേണം? പ്രോപ്പറായിട്ടുള്ള സ്റ്റോക്ക് വേണം, അല്ലെങ്കിൽ ഇൻവെൻട്രി വേണം. അപ്പോൾ ഓപ്പണിംഗ് ഇൻവെൻട്രി മാത്രമല്ല, ക്ലോസിംഗ് ഇൻവെൻട്രിയും എന്തായിരിക്കണം? സഫിഷ്യൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ മാത്രമാണ് ഒരു ബിസിനസ് ആക്ടിവിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് നല്ല രീതിയിൽ ഫംഗ്ഷൻ ആവത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് അവരെ അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. Thus, inventory plays an important role in operation management. അതുകൊണ്ടാണ് ഇൻവെൻട്രി ഓപ്പറേഷൻ മാനേജ്മെൻറ്റിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ? ഒന്നുകൂടെ പറയാം. അതായത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഓക്കെ, സ്റ്റോക്കുകൾ, അതായത് നമ്മൾ സെയിൽസിന് വേണ്ടി കരുതി വെക്കുന്ന നമ്മുടെ ആ സ്റ്റോക്ക്, അതുപോലെ ആ സ്റ്റോക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന റോ മെറ്റീരിയൽ, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഇൻവെൻട്രി എന്ന് പറയുന്നത്. അപ്പം ഈ ടോട്ടൽ ഇൻവെൻട്രി എന്ന് പറയുന്നത് വളരെയധികം എന്ത് ചെയ്തിരിക്കണം? നമ്മൾ കരുതലോടെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് കരുതി വെക്കേണ്ട ആവശ്യകതയുണ്ട്. എന്ന് വെച്ച് നമ്മൾ ഒരുപാടങ്ങ് സ്റ്റോർ ചെയ്ത് വെച്ചാലും കമ്പനിക്ക് അത് അഡ്വേഴ്സ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഒട്ടും തന്നെ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ അവസാനം വരെ കാത്തിരുന്ന് ഫുൾ കാലിയായിട്ടാണ് അടുത്തത് ഓർഡർ ചെയ്യുന്നതെങ്കിലും അതും പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടുമല്ല, ഒരു ഒപ്റ്റിമൽ ലെവലായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? എപ്പോഴും കറക്റ്റ് എമൗണ്ട് ഓഫ് ഇൻവെൻട്രി നമ്മുടെ ബിസിനസ്സിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഉറപ്പ് വരുത്തണം. അങ്ങനെ ഉറപ്പ് വരുത്തുന്ന കുറേ പ്രോസസ്സ് ഉണ്ട്. ഇതിനകത്ത് ഒരുപാട് ടെക്നിക്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിനെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അടുത്ത് നോക്കാം. ഇനി നമ്മളിതിൻ്റെ മീനിങ്ങും ടൈപ്സിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ഇൻവെൻട്രി എന്താണെന്ന് നോക്കിക്കോളൂ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. Inventory is an asset that is owned by a business that has the express purpose of being sold to a customer. ഓക്കെ, അപ്പോൾ പർപ്പസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. എന്താണ് ഇൻവെൻട്രി എന്നുള്ളതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ബീങ് സോൾഡ് ടു എ കസ്റ്റമർ. ഒരു കസ്റ്റമറിന് സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കരുതി വയ്ക്കുന്ന സ്റ്റോക്കിനെയാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ക്ലിയർ? ഇപ്പം ഞാനൊരു ഒരു ടെക്സ്റ്റൈൽസ് നടത്തുകയാണ്. അപ്പം ടെക്സ്റ്റൈൽസ് നടത്തുമ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് എന്താണ്? തുണികളാണ് അല്ലേ. അപ്പം ഞാൻ കരുതി വെക്കുന്ന, അല്ലെങ്കിൽ അത് കസ്റ്റമേഴ്സിന് വിൽക്കാനായിട്ടും ഞാൻ എടുത്തു വെക്കുന്ന തുണികളുടെ സ്റ്റോക്കിനെയാണ് ആ ഒരു കേസിൽ ഇൻവെൻട്രി എന്ന് പറയുന്നത്. അതുപോലെ ഓരോ ബിസിനസ്സിനും അവരവരുടേതായിട്ടുള്ള ഇൻവെൻട്രീസ് കാണും. അപ്പോൾ ബീങ് സോൾഡ് ടു എ കസ്റ്റമർ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രൈമറി പർപ്പസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കരുതി വെക്കുന്ന ബിസിനസ്സിൻ്റെ അസറ്റുകളാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ക്ലിയർ? Inventory refers to the stockpile. Okay, stockpile of the product a firm is offering for sale and the component, very important, and the components that make up the product. നമ്മൾ സ്റ്റോക്ക് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റോക്കിനോടൊപ്പം തന്നെ ആ പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങിന് ആവശ്യമായിട്ട് നമ്മൾ കരുതി വെക്കുന്ന മറ്റുള്ള കോമ്പണൻസ് ലൈക്ക് റോ മെറ്റീരിയൽ, അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ്, ഇതൊക്കെ വരും. അപ്പോൾ ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് മാത്രമല്ല, ഈ റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഇതെല്ലാം തന്നെ എന്തിൽ വരും? ഇൻവെൻട്രി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വരും. ഓക്കെ, അപ്പോൾ ഇൻവെൻട്രിയിൽ എന്തൊക്കെയാണ് വരുന്നത്? സ്റ്റോക്ക് പൈൽ ഓഫ് ദ പ്രോഡക്റ്റ്, എന്താണോ നമ്മൾ വിൽക്കാനായി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സ്റ്റോക്ക്, അതുപോലെ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യമായി വരുന്ന കോമ്പണൻസ്, അതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. In other words, the inventory is used to represent the aggregate of those items of ടാൻജിബിൾ അസറ്റ്സ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം?
The inventory is used to represent the aggregate total of those items of tangible asset. ചില ടാഞ്ചിബിൾ അസറ്റ് മീൻസ് ഫിസിക്കൽ അസറ്റ്, നമുക്ക് തൊടാനും കാണാനും കഴിയുന്ന അസറ്റ്സ് ആണ് ടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ ചില ടാഞ്ചിബിൾ അസറ്റ്, അത് ഏതൊക്കെയാണ് ആ ടാഞ്ചിബിൾ അസറ്റ് എന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ചില ടാഞ്ചിബിൾ അസറ്റിൻ്റെ ഒരു ആഗ്രിഗേറ്റ് എന്ന് വേണമെങ്കിലും നമുക്ക് എന്തിനെ പറയാം? ഇൻവെൻട്രിയെ പറയാം. ഇനി എന്തൊക്കെയാണ് ആ ടാഞ്ചിബിൾ അസറ്റ്സ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലിയർ? അതായത് ഒന്നാമത്തേത് ഹെൽഡ് ഫോർ സെയിൽ ഇൻ ഓർഡിനറി കോഴ്സ് ഓഫ് ദ ബിസിനസ്. നമ്മൾ ഓർഡിനറി കോഴ്സ് ഓഫ് ദ ബിസിനസ്, നമ്മൾ ഏത് പ്രൊഡക്റ്റ് വിൽക്കാനാണോ ഈ ബിസിനസ് നിലകൊള്ളുന്നത് ആ പ്രൊഡക്റ്റ്. ഓക്കെ, ഓർഡിനറി കോഴ്സ് ഓഫ് ദ ബിസിനസ്, അതിനുവേണ്ടി നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന, അതായത് നമ്മുടെ സെയിൽസിന് വേണ്ടി നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ സ്റ്റോക്ക് അതാകാം. അല്ലെങ്കിൽ ഇൻ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സച്ച് സെയിൽ, ആ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഉൽപ്പന്നത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഫിനിഷ്ഡ് ഗുഡിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, അതെല്ലാം എന്തിൽ വരും? ഇൻവെൻട്രിയിലും വരും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റൈൽസ് തന്നെ എടുക്കാം. അപ്പോൾ ടെക്സ്റ്റൈൽസിൽ നമ്മളിപ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ വിൽക്കുകയാണ്. അപ്പോൾ വിൽക്കുമ്പോൾ അത് ആ ഡ്രസ്സുകളാണ് നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ് അല്ലേ? അത് പക്ഷെ നമ്മൾ തന്നെ അത് വീവ് ചെയ്ത് വിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതിന് വേണ്ടിയുള്ള നമ്മുടെ നൂലുകൾ, അതിന് വേണ്ടിയുള്ള ബാക്കിയുള്ള പീസ് ഓഫ് ക്ലോത്ത്സ്, നമുക്ക് അതിന് വേണ്ടി ഫാബ്രിക്സ് ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതും എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഇൻവെൻട്രിയിൽ ഉൾപ്പെടുന്നുണ്ട്. അല്ലാതെ നമ്മൾ ആ ഫൈനൽ ഗുഡിന് മാത്രമല്ല ഇൻവെൻട്രി എന്ന് പറയുന്നത്, അതിനോടൊപ്പം തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബാക്കി കോമ്പണൻസ് അഥവാ ബാക്കി റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ വർക്ക് ഇൻ പ്രോഗ്രസ്, ഇതിനെ എല്ലാത്തിനെയും കൂടെ ചേർത്തുകൊണ്ടാണ് ഇൻവെൻട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. Then to be currently consumed in the production of goods or service to be available for sale. അപ്പോൾ കറൻ്റ്ലി നമുക്ക് കൺസ്യൂം ചെയ്യേണ്ടത്, അതായത് നമ്മൾ എന്താണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൺസ്യൂം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്, അതായത് ഫിനിഷ്ഡ് ഗുഡ് വരും, റോ മെറ്റീരിയൽസ് വരും, പിന്നെന്താണ് വർക്ക് ഇൻ പ്രോഗ്രസ് വരും. അതാണ് പറയുന്നത് കേട്ടോ. ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ സച്ച് സെയിൽ വരും, അല്ലെങ്കിൽ ടു ബി കറൻ്റ്ലി കൺസ്യൂംഡ് വരും, അതുപോലെ തന്നെ ഹെൽഡ് ഫോർ സെയിലും വരും. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഫിനിഷ്ഡ് ഗുഡ് വരും, റോ മെറ്റീരിയൽ വരും, അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് വരുന്നുണ്ട്. ക്ലിയർ? ഇനി ദ ഇൻവെൻട്രിയുടെ ക്ലാസിഫിക്കേഷൻ അഥവാ ടൈപ്സ് ആണ് ഇനി പറയുന്നത്. ദ ഇൻവെൻട്രി മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. 3 കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ ഇൻവെൻട്രിയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും നോക്കാം. ഒന്നാമത്തേത് റോ മെറ്റീരിയൽ ആൻഡ് സപ്ലൈസ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? റോ മെറ്റീരിയലും സപ്ലൈസും. അതായത് ഇറ്റ് റെഫേഴ്സ് ടു ദ അൺഫിനിഷ്ഡ് ഐറ്റം വിച്ച് ഗോ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് പോകുന്ന അൺഫിനിഷ്ഡ് ആയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയും അല്ലേ? അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷന് നമുക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളെയാണ് റോ മെറ്റീരിയൽ അഥവാ സപ്ലൈസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ടയർ മാനുഫാക്ചർ ചെയ്യണം. ടയർ എന്ന് പറയുന്നത് ഫിനിഷ്ഡ് ഗുഡാണ്. പക്ഷേ ടയർ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് എന്ത് വേണം? റബ്ബർ എന്ന് പറയുന്ന റോ മെറ്റീരിയൽ വേണം. ക്ലിയർ? അപ്പോൾ ആ ടയറും റബ്ബറും എന്ത് തന്നെയാണ്? നമ്മുടെ ഇൻവെൻട്രിയിലേക്ക് വരുന്ന കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ തന്നെയാണ് ടയർ മാനുഫാക്ചർ ചെയ്യുന്നത് എങ്കിൽ ആ ടയറും അതിൻ്റെ റോ മെറ്റീരിയലും നമ്മുടെ ഇൻവെൻട്രിയാണ്. അതേ സമയത്ത് നമ്മൾ ടയർ മാനുഫാക്ചർ ചെയ്യുന്നില്ല, ടയർ എടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്നതേ ഉള്ളൂ എങ്കിൽ ആ ടയർ മാത്രമല്ലേ അവിടെ ഇൻവെൻട്രി ആയിട്ട് വരുള്ളൂ. അത് വ്യത്യാസം മനസ്സിലാക്കണം. ടയർ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ ടയറും അത് മാനുഫാക്ചർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളും നമ്മുടെ ഇൻവെൻട്രിയിലേക്ക് വരുന്നുണ്ട്. അതേ മറിച്ച് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നില്ല, പകരം നമ്മൾ ടയർ വാങ്ങി മറിച്ച് വിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ടയർ മാത്രമേ ഇവിടെ എന്തായി വരുന്നുള്ളൂ? ഇൻവെൻട്രി ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ആ കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതാണ് റോ മെറ്റീരിയൽ ആൻഡ് സപ്ലൈയുടെ കേസ്. രണ്ടാമത് നോക്കൂ, വർക്ക് ഇൻ പ്രോഗ്രസ്. ഇറ്റ് റെഫേഴ്സ് ടു ദ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. കേട്ടോ, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്നുള്ളതാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ആർ നോട്ട് 100% കംപ്ലീറ്റ് ബട്ട് സം വർക്ക് ഹാസ് ബീൻ ഡൺ ഓൺ ദം. അതായത് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി ഫിനിഷ്ഡ് ഗുഡാണ്, മുഴുവിപ്പിച്ചിട്ടില്ല. ഓക്കെ, നമ്മൾ ഒരു വർഷത്തിൻ്റെ അവസാനം എടുത്ത് നോക്കുമ്പോഴത്തേനും നമുക്ക് കുറച്ച് പ്രോസസ്സ് പെൻഡിങ് ഉണ്ട്. ഈ ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എൻഡ് ആകുമ്പോൾ നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് ഫൈനൽ ഗുഡ്സിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ആ വർഷം നമ്മുടെ ആ ഒരു വസ്തു ആ വർഷത്തെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അല്ലെങ്കിൽ അത് ഫിനിഷ്ഡ് ഗുഡ് ആയിട്ടില്ല, 100% അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അതിൽ സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പണിതുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അതാണ് വർക്ക് ഇൻ പ്രോഗ്രസ്
എന്ന് പറയുന്നത്. കുറച്ച് വർക്ക് അതിലേക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്തായിട്ടില്ല, മുഴുപ്പിച്ചിട്ടില്ല, 100% കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെയെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അതെന്താണ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. മേ ബി അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോൾ ഈ വർക്ക് ഇൻ പ്രോഗ്രസ് ഫിനിഷ്ഡ് ഗുഡ് ആവുമായിരിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ നമ്മൾ റോ മെറ്റീരിയൽ എന്താണെന്ന് നോക്കി, വർക്ക് ഇൻ പ്രോഗ്രസ് എന്താണെന്ന് നോക്കി. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നത് ഫിനിഷ്ഡ് ഗുഡ് ആണ്. അടുത്തത് ഫിനിഷ്ഡ് ഗുഡ് എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് റെഫേഴ്സ് ടു ദ ഗുഡ് ഓൺ വിച്ച് 100% വർക്ക് ഹാസ് ബീൻ ഡൺ വിച്ച് ആർ റെഡി ഫോർ സെയിൽ. അതായത് 100% വർക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഈസ് റെഡി ഫോർ സെയിൽ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് ആകുമ്പോഴത്തേനും നമ്മൾ എല്ലാ പണികളും പൂർത്തിയാക്കി നമ്മൾ റെഡി ടു സെയിൽ എന്നുള്ള രീതിയിലേക്ക് കംപ്ലീറ്റ് വർക്കും പൂർത്തിയാക്കി വെച്ചേക്കുന്ന ആ ഒരു ഗുഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിനെയാണ് ഫിനിഷ്ഡ് ഗുഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു മുക്കാലോ അരയോ അല്ലെങ്കിൽ അത്രയൊക്കെ പണിയെ കഴിഞ്ഞ് വെച്ചിട്ടുള്ളൂ എങ്കിൽ നമ്മൾ അതിനെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയും. അതേസമയത്ത് 100% പൂർത്തിയാക്കി ഇനി ഇത് വിറ്റാൽ മതി, അങ്ങനെ ഒരു കണ്ടീഷനിൽ ഇരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ് എന്നും പറയും. അപ്പോൾ ഇൻവെൻട്രി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ 3 കാര്യങ്ങൾ കൂടുമ്പോഴാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയുക, ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് എന്താ, റോ മെറ്റീരിയൽ ആൻഡ് സപ്ലൈസ് ആണ്. റോ മെറ്റീരിയൽ ആൻഡ് സപ്ലൈസ് ഉദ്ദേശിക്കുന്നത് എന്താ, അസംസ്കൃത വസ്തുക്കൾ, നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള അൺഫിനിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളെയാണ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. രണ്ടാമത് എന്താണ്, വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. 100% വർക്കും കംപ്ലീറ്റ് ആയിട്ടില്ല, ക്ലിയർ കംപ്ലീറ്റ് ആയിട്ടില്ല, 100% കംപ്ലീറ്റ് ആയിട്ടില്ല, സെമി ഫിനിഷ്ഡ് ആണ്. അങ്ങനെ പകുതി മാത്രം അല്ലെങ്കിൽ മുക്കാൽ അല്ലെങ്കിൽ 100%-നേക്കാൾ താഴെ മാത്രം കംപ്ലീഷൻ സംഭവിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്റ്റോക്കിനെയാണ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്താ, ഫിനിഷ്ഡ് ഗുഡ്. ഫിനിഷ്ഡ് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പണിയൊക്കെ പൂർത്തിയായി, ഇത് ക്ലിയറായി കിടക്കുകയാണ്, ഇനി നമുക്കിത് എന്ത് ചെയ്താൽ മതി, ഡിസ്പാച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് സെല്ല് ചെയ്താൽ മതി എന്നുള്ള കണ്ടീഷനിൽ ഇരിക്കുന്ന പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് പറയും, ഫിനിഷ്ഡ് ഗുഡ് എന്ന് പറയും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചേരുമ്പോൾ അതെന്തായി മാറി, ഇൻവെൻട്രി ആയിട്ട് മാറി. അടുത്ത നോക്കാം. ഇനി അപ്പം നമ്മളിപ്പോൾ ഇൻവെൻട്രി നമുക്ക് ക്ലിയർ ആയി അല്ലേ. എന്താണ് ഇൻവെൻട്രി എന്നുള്ളത് ഇപ്പോൾ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ, എല്ലാവർക്കും അത് ക്ലിയർ ആണ്. ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ ചേരുന്നതാണ്. ഏതൊക്കെയാണ്, റോ മെറ്റീരിയൽ, ഫിനിഷ്ഡ് ഗുഡ്, അതുപോലെ വർക്ക് ഇൻ പ്രോഗ്രസ് അഥവാ സെമി ഫിനിഷ്ഡ് ഗുഡ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെയാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ആൻഡ് ഇൻവെൻട്രിയുടെ ആവശ്യകത എന്താണെന്നുള്ളത് നമ്മൾ ചെറുതായിട്ട് മനസ്സിലാക്കി. ഇനി നമ്മൾ കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഇൻവെൻട്രി മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതാണല്ലോ നമ്മുടെ മേഖല. ഇൻവെൻട്രി മാനേജ്മെന്റ് എന്താണ്? ഇൻവെൻട്രി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു പ്രാക്ടീസാണ്. എന്തിൻ്റെ? ഓവർസീയിങ് ആൻഡ് കൺട്രോളിങ്. മാനേജ്മെന്റ് ആണല്ലോ, അപ്പോൾ അതെന്താണ്, ഓവർസീയിങ് ആൻഡ് കൺട്രോളിങ് ആണ് അതിൻ്റെ, അല്ലെങ്കിൽ ഓവർസീ ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇൻവെൻട്രി മാനേജ്മെന്റ്. എന്തിനെ ഓവർസീ ചെയ്തു, എന്തിനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം നോക്കാം. ഇൻവെൻട്രി മാനേജ്മെന്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ഓവർസീയിങ് ആൻഡ് കൺട്രോളിങ്. എന്തൊക്കെയാണ്? ദ ഓർഡറിങ്, സ്റ്റോറേജ് ആൻഡ് യൂസ് ഓഫ് കോമ്പണൻസ് ദാറ്റ് എ കമ്പനി യൂസസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദ ഐറ്റംസ് ഇറ്റ്സെൽഫ്. അതായത് ഒരു കമ്പനി അവരുടെ സെയിൽസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റംസിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഉള്ള ഓർഡറിങ്, സ്റ്റോറേജ്, യൂസ്, ഇതിനെ കൺട്രോൾ ചെയ്ത് ഓവർസീ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇൻവെൻട്രി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താണ്, ഓർഡറിങ്, സ്റ്റോറേജ് ആൻഡ് യൂസ് ഓഫ് കോമ്പണൻസ് നമ്മൾ പറഞ്ഞില്ലേ. അതായത് കമ്പനി പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് യൂസ് ചെയ്യുന്ന കോമ്പണൻസിൻ്റെ ഓർഡറിങ്, സ്റ്റോറേജ്, യൂസ് എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ടെക്നിക്കുകൾ പഠിക്കുമ്പോൾ ഡീപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഓർഡറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് നമ്മുടെ ഇൻവെൻട്രി എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ റോ മെറ്റീരിയൽ, അല്ലെങ്കിൽ അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള കോമ്പണൻസ്, പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള കോമ്പണൻസ്. അപ്പോൾ ആ കോമ്പണൻസ് എപ്പോഴും റെഡിലി അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു 500 യൂണിറ്റ് എന്തെങ്കിലും ഒരു റോ മെറ്റീരിയൽ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടിയാണ്. ഈ 500 തീർന്നിട്ടേ നമ്മൾ അടുത്തത് ഓർഡർ ചെയ്യൂ എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? ഈ 500 തീർന്നതിന് ശേഷം നമ്മൾ പുതിയ ഓർഡർ കൊടുത്ത് ആ ഓർഡർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്താനായിട്ടൊരു ടൈം ലാഗ് ഉണ്ടല്ലോ. ആ ടൈം ലാഗ് നമുക്ക് നഷ്ടമാണ്. കാരണം ആ ടൈം ലാഗിൽ നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടി വരും. പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചാൽ എന്ത് പറ്റും?
ഓട്ടോമാറ്റിക്കലി എക്സ്പെൻസസ് അവിടെ ഉണ്ടാവും അല്ലേ. പ്രൊഡക്ഷൻ നടന്നാലും നടന്നില്ലെങ്കിലും ചില എക്സ്പെൻസ് ഫിക്സഡ് കോസ്റ്റുകൾ അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റനേകം ചിലവുകൾ ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ സമയബന്ധിതമായിട്ട് നമുക്ക് കിട്ടിയ ഓർഡേഴ്സ് കൊടുത്തു തീർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സെയിൽസ് അവിടെ എന്താവും, ഒന്ന് കുറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും. അപ്പോൾ ഒരു കമ്പനി എപ്പോഴും വളരെ ജുഡീഷ്യസ് അല്ലെങ്കിൽ വളരെ ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു ഓർഡറിംഗ് സ്ട്രക്ചർ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. അതായത് അവർക്ക് കൃത്യമായിട്ടൊരു സ്റ്റോക്ക് ഒരു ലെവൽ എത്തുമ്പോൾ അടുത്ത സ്റ്റോക്ക് അവർ റീപ്ലനിഷ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ടൈം ലാഗ് എന്ന് പറയുന്ന ഇഷ്യൂവും ഈ ഒരു നഷ്ടത്തിലേക്ക് പോകുന്ന ഇഷ്യൂവും അവിടെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ഓർഡറിംഗ് എന്ന് പറയുന്നതിന് അത്രയേറെ പ്രാധാന്യം കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോറേജിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ സ്റ്റോറേജിന് വേണ്ടി നമ്മൾ കുറേ സാധനങ്ങൾ ബൾക്കായിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ അതിന് കോസ്റ്റുകൾ ഇൻകർ ആവും അല്ലേ. അത് വളരെ സുരക്ഷിതമായി കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് വെയർ ഹൗസ് വേണം, അതിന് സെക്യൂരിറ്റി ഗാർഡ്സ് വേണം, അതിന് പ്രിസർവ് ചെയ്യണമെങ്കിൽ പ്രിസർവേഷൻ ചാർജസ്, അത് പ്രിസർവ് ചെയ്യേണ്ടുന്ന മെത്തേഡ്സ് കാണും അല്ലേ. അപ്പോൾ അതിനൊക്കെ ചാർജ് കാണും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇൻക്ലൂഡഡ് ആണ്. ഇനി അതിനിടയ്ക്ക് അത് കള്ളം കൊണ്ടുപോവുകയോ തീ പിടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതവിടെ നഷ്ടമാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യരുത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഇറക്കി വെക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഇറക്കി വെച്ചാലോ അവിടെ സ്റ്റോറേജ് കൂടുകയാണ്, സ്റ്റോറേജ് കോസ്റ്റും കൂടുകയാണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. എത്രത്തോളം സ്റ്റോർ ചെയ്യണം എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോൾ ഓർഡർ ചെയ്യണം എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി കോമ്പണൻസിൻ്റെ യൂസേജ്, ഈ കോമ്പണൻസിൻ്റെ യൂസ് എപ്രകാരമായിരിക്കണം, വേസ്റ്റേജ് കുറച്ചുകൊണ്ടുള്ള ആ യൂസ് എങ്ങനെ പോസിബിൾ ആക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഇതെല്ലാം ചേരുന്നതാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കമ്പനി അവരുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോമ്പണൻസ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കോമ്പണൻസ്, ആ കോമ്പണൻസിൻ്റെ പ്രോപ്പർ ഓർഡറിങ്, സ്റ്റോറേജ്, യൂസ്, അതുപോലെ തന്നെ ഈ ഒരു ഇൻവെൻട്രിയുടെ നമ്മൾ പഠിച്ചു 3 സെക്ഷൻ ടൈപ്പ് ഓഫ് ഇൻവെൻട്രി, ഇതിൻ്റെയൊക്കെ ഒരു കൺട്രോളിങ്ങും അതൊന്ന് സൂപ്പർവൈസ് ചെയ്യുന്ന പ്രോസസ്സും ഇതെല്ലാം കൂടെ ചേരുന്ന കോൺസെപ്റ്റാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നോക്കാം. A component of supply chain management, inventory management supervises the flow of goods from manufacturers to warehouses and from these facilities to point of sale. Okay, അതായത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞൊരു സ്ലൈഡിൽ അത് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെയും ഒരു കോൺസെപ്റ്റ് ആണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഈ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെയും ഒരു കോമ്പണൻ്റ് ആണ്. ഓക്കെ, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെയും ഒരു കോമ്പണൻ്റ് ആണ്. എങ്ങനെയാണ് വരുന്നത്? എങ്ങനെയാണ് സപ്ലൈ ചെയിൻ നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ഭാഗമാണെന്ന് പറയാൻ കാരണം അതിൻ്റെ മാനുഫാക്ചറിങ്ങും പ്രൊഡക്ഷൻ വെയർ ഹൗസിങ് അതുമായി ബന്ധപ്പെട്ട് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി എന്തുകൊണ്ട് ഇത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ കോമ്പണൻ്റ് ആകുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സൂപ്പർവൈസസ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം മാനുഫാക്ചേഴ്സ് ടു വെയർ ഹൗസേഴ്സ്. അതായത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്താ ചെയ്യുന്നത്? സ്റ്റോക്കിൻ്റെ ഫ്ലോ ഓവർസീ ചെയ്യുക അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുകയാണ്. മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്നും വെയർ ഹൗസിലേക്കും ആ വെയർ ഹൗസിൽ നിന്നും പോയിന്റ് ഓഫ് സെയിൽ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിലേക്കും എത്തുന്ന ആ ഒരു ഫ്ലോയെ കൂടി ഇവിടെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു കോമ്പണൻ്റ് അല്ലെങ്കിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് അങ്ങനെ ഒരു കാര്യം കൂടി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത്, inventory control means efficient management of capital invested in raw materials and supplies, work in progress and finished good. അതായത് ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ റോ മെറ്റീരിയൽ. ഈ റോ മെറ്റീരിയൽ അതുപോലെ തന്നെ സപ്ലൈസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ് ഒക്കെ ചേരുമ്പോഴാണ് ഇൻവെൻട്രി എന്ന് പറയുന്നു. പക്ഷേ ഇതിലൊക്കെ നമ്മൾ പൈസ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്ക് ഫ്രീ ആയിട്ടല്ല ഈ ഒരു കാര്യങ്ങളൊന്നും കിട്ടുന്നത്. ഇത് വാങ്ങാൻ ക്യാഷ് കൊടുക്കണം, ഇത് സ്റ്റോർ ചെയ്യാൻ ക്യാഷ് കൊടുക്കണം അല്ലേ. അങ്ങനെ ഒരുപാട് കോസ്റ്റ് ഇതിലേക്ക് ഇൻവെസ്റ്റഡ് ആണ്. അപ്പം ഈ കോസ്റ്റുകളെ ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്രത്തോളം നടത്തിയൊരു മേഖല ആയതുകൊണ്ട് തന്നെ അത് എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യേണ്ടുന്ന ആവശ്യകതയുണ്ട്. അപ്പം ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ഇൻവെൻട്രി കൺട്രോൾ കോൺസെപ്റ്റ് മീൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ: എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ഇൻവെൻട്രി എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത് ഇൻവെൻട്രി കൺട്രോൾ എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് വ്യക്തമാക്കാനുള്ള ഒരു പോയിന്റ് ആയിരുന്നു. അടുത്തത്, ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ഹോൾഡിംഗ് ഇൻവെൻട്രി. ഇൻവെൻട്രി ഹോൾഡ് ചെയ്യുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഇൻവെൻട്രി ഈസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അസെറ്റ്സ്
of a business, its management need to be proactive, accurate and efficient. അപ്പം ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസറ്റാണ്. നമുക്കറിയാം അല്ലേ ഇൻവെൻട്രി. അപ്പോൾ ഇൻവെൻട്രി എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസറ്റാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിരിക്കണം, പ്രൊയാക്റ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ എഫിഷ്യൻറ്റ്, കാര്യക്ഷമമായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് കാരണം പല രീതിയിലുള്ള ലോസസ് ഒരു ബിസിനസ്സിന് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി inventory is essential for every organization to ensure smooth running of the production process, to reduce the ordering cost of inventory, to take advantage of quantity discount, avoid opportunity loss on sale, to utilize and optimize the plant capacity and to reduce the overall price. ഓക്കെ, എന്താ പറയുന്നത്? ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എല്ലാ ഓർഗനൈസേഷനും എസെൻഷ്യൽ ആണ് എന്ന് പറഞ്ഞു. കാരണം എന്താ? ഈ പ്രോപ്പറായിട്ടുള്ളൊരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ പ്രൊഡക്ഷൻ പ്രോസസ്സൊക്കെ എങ്ങനെയായിരിക്കും? വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കും റൺ ചെയ്യുന്നത്. അപ്പോൾ അതൊരു പോയിൻ്റാണ്. സ്മൂത്ത് റണ്ണിങ് ഓഫ് ദി പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്നുള്ളതാണ് ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയോ ടു റെഡ്യൂസ് ദ ഓർഡറിങ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി. ഇൻവെൻട്രിയുടെ ഓർഡറിങ് കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ ഹോൾഡിംഗ് ഇൻവെൻട്രിയുടെ സിഗ്നിഫിക്കൻസാണ് പഠിക്കുന്നത്. അതായത് പ്രോപ്പറായിട്ട് നമ്മൾ ഇൻവെൻട്രി ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, സമയബന്ധിതമായി ആവശ്യമുള്ളപ്പോൾ കൃത്യമായിട്ട് ഇൻവെൻട്രി നമ്മുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നു, അതിനുവേണ്ടി അത് ഓർഡർ ചെയ്ത് സ്റ്റോക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യും. രണ്ടാമത്തത് ഓർഡറിങ് കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും അല്ലേ? നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സാധനങ്ങൾ തീരുന്നവരെ കാത്തിരുന്നിട്ട് തീരുന്നതനുസരിച്ച് ഓരോന്നായിട്ട് പോയി ഷോപ്പ് ചെയ്യാൻ നിന്നാൽ നമുക്കറിയാമല്ലേ, നമുക്ക് കുറച്ച് ബഡ്ജറ്റ് കൂടും അല്ലേ? നമ്മൾ മന്ത്ലി എക്സ്പെൻസ് കൂടും. അതേസമയത്ത് ഒരു മാസത്തേക്കുള്ള സാധനം നമ്മൾ മുൻകൂട്ടി തന്നെ വാങ്ങി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ അത്രയും ഒരു എക്സ്പെൻസ് വരില്ല. കാരണം നമ്മൾ അതനുസരിച്ചിട്ട് അതെന്ത് ചെയ്യും, വാങ്ങുകയും അതുപോലെ തന്നെ ഡിസ്കൗണ്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തും. അതുപോലെ ഒരു മാസത്തേക്കുള്ള സാധനമാണെന്നുള്ള രീതിയിൽ നമ്മൾ അതറിഞ്ഞ് ചിലവാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതേസമയത്ത് തീരുമ്പോൾ നമ്മൾ സാധനം വാങ്ങണമെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ ക്യാഷ് പോയിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓർഡറിങ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട്, ഇൻവെൻട്രിയുടെ ഓർഡറിങ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെയോ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. കണ്ടോ, പറഞ്ഞതുപോലെ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് നമുക്ക് അഡ്വാൻറ്റേജ് എടുക്കാം. അതായത് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടണമെങ്കിൽ എന്താണ്? നമ്മൾ ബൾക്കായിട്ട് എടുക്കണം. അല്ലാതെ അപ്പോൾ ചെന്ന് കുറേശ്ശെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡിസ്കൗണ്ട് കിട്ടണമെന്നില്ല. പക്ഷേ അതേസമയത്ത് ബൾക്കായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു പീരിയോഡിക്കലി നമ്മൾ കൃത്യമായി വാങ്ങുകയാണെങ്കിൽ ആ ഒരു ഡിസ്കൗണ്ട് നമുക്കത് ലെവി ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി ഡിസ്കൗണ്ടിൻ്റെ അഡ്വാൻറ്റേജ് അവിടെ എടുക്കാം. അതുപോലെ തന്നെ അവോയ്ഡ് ഓപ്പർച്യൂണിറ്റി ലോസ് ഓൺ സെയിൽസിൻ്റെ ഓപ്പർച്യൂണിറ്റി ലോസ് സംഭവിക്കുക അല്ലേ? നമുക്ക് വിൽക്കാതെ സ്റ്റോക്കുകൾ കെട്ടിക്കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഒത്തിരി വാങ്ങിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നു, പക്ഷെ അതിനനുസരിച്ച് ഡിമാൻഡ് ഉണ്ടായില്ല, നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം എന്തായി പോകും? വേസ്റ്റായി പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു നഷ്ടത്തേക്ക് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ മുൻകൂട്ടി എങ്ങനെയാണ്, എത്ര ഇൻവെൻട്രിയാണ് ആവശ്യമെന്നുള്ളതൊക്കെ പ്രോപ്പർ ടെക്നിക്സ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അതനുസരിച്ച് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഓപ്പർച്യൂണിറ്റി ലോസസും നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. പിന്നെയോ അപ്പോൾ അതാണ് മൂന്നാമത്തത് അല്ലേ? തേർഡ് പോയിന്റ് ആണ്. അടുത്ത എന്താ പറയുന്നത്? ടു യൂട്ടിലൈസ് ആൻഡ് ഒപ്റ്റിമൈസ് ദ പ്ലാന്റ് കപ്പാസിറ്റി. അതായത് പ്ലാന്റിൻ്റെ കപ്പാസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒപ്റ്റിമലായിട്ട് യൂസ് ചെയ്യാം, വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. അതായത് നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം 1 മണിക്കൂറിൽ 500 പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീനാണെന്ന് വെച്ചു. നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ട് 500 യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ 1 മണിക്കൂറിൽ 500 യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, അതേ സമയത്ത് നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ടില്ല, ഒരു 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെ അത് ഓഫാക്കി ഇടുന്നു, പിന്നെ അത് ഓൺ ആകുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഇലക്ട്രിസിറ്റി ആണെങ്കിലും ബാക്കി കാര്യങ്ങളും, ഇപ്പോൾ എന്തെങ്കിലും ഫ്യൂൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ റിപ്പീറ്റായിട്ട് വീണ്ടും കുറേശ്ശെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? അത് കൂടിക്കൊണ്ടേയിരിക്കും. അതേസമയത്ത് ഒരു ഒറ്റ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് അത് കുറഞ്ഞു നിൽക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റിൻ്റെ കപ്പാസിറ്റി വളരെ മികച്ച രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണമെങ്കിലും നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? പ്രോപ്പറായിട്ടുള്ള ഇൻവെൻട്രീസ് ഹോൾഡ് ചെയ്തിരിക്കണം. ദെൻ ടു റെഡ്യൂസ് ദ ഓവറോൾ പ്രൈസ്. ഇനി ആകെ ഫുള്ളായിട്ടുള്ളത് ടോട്ടലായിട്ടുള്ള മുഴുവൻ, അതായത് നമ്മൾ മൊത്തത്തിലെന്ന് പറയില്ലേ, നമ്മൾ ആഗ്രഗേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഉള്ള ഓവറോൾ പ്രൈസിങ്ങും റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അതായത് വേരിയസ് കോസ്റ്റുകളുണ്ട് അല്ലേ? ഓർഡറിങ് കോസ്റ്റ്, ഹോൾഡിംഗ് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ്, അങ്ങനെ പലവിധ കോസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ കോസ്റ്റുകളൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് നിർത്താനായിട്ട് നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ള ഇൻവെൻട്രി ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യും. അതല്ല നമ്മുടെ കയ്യിൽ എന്താ പ്രോപ്പറായിട്ടുള്ള ഇൻവെൻട്രി ഹോൾഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കോസ്റ്റുകൾ എപ്പോഴും
ഇൻകർ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, ഇനി thus it can be said that inventory is inevitable and has to be maintained in appropriate quantity. ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റുകൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെയാണ് നമ്മൾ ഈ പഠിക്കുന്ന തിയറീസ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് പാരഗ്രാഫുകൾ പഠിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അപ്പം അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആണെങ്കിലും വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ ചില പാർട്ടിൽ തന്നു പോകുന്നത് കേട്ടോ. അത് നമുക്ക് കുറച്ചുകൂടെ, അതുപോലെ നിങ്ങൾ വായിച്ച് അത് റീഡ് ചെയ്തെടുക്കാനുള്ള ഒരു സ്കില്ല് കൂടി ഡെവലപ്പ് ചെയ്യണം. അതായത് നമ്മൾ അധികം വായിക്കാത്തവരാണ്, അല്ലെങ്കിൽ ലെങ്തി പാരഗ്രാഫുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അധികം വായിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ അതേപോലെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് പെട്ടെന്ന് വായിച്ച് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. നമുക്ക് കുറേ വട്ടം വായിച്ച് ഇത് മനസ്സിലാക്കേണ്ടുന്ന ഒരു ആവശ്യം വരും. അപ്പോൾ നമുക്ക് സമയമല്ലല്ലോ എക്സാമിന്. അപ്പം അതൊക്കെ കൊണ്ട് കൃത്യമായ കാര്യങ്ങൾ കുറച്ചും കൂടെ റീഡ് ചെയ്യുക, കോൺസെപ്റ്റുകൾ റീഡ് ചെയ്ത് തന്നെ പഠിക്കുക. Okay, thus it can be said that inventory is inevitable and has to be maintained in appropriate quantity. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്, ഏതുകൊണ്ടൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് അല്ലേ, എന്തൊക്കെയായിരുന്നു? സ്മൂത്ത് റണ്ണിങ്ങിന് ആവശ്യമാണ്, അതുപോലെ ഓർഡറിങ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ലഭിക്കുന്നു, ഓപ്പർച്യൂണിറ്റി ലോസ് കുറയ്ക്കുന്നു, ഒപ്റ്റിമൽ പ്ലാന്റ് യൂട്ടിലൈസേഷൻ നടക്കുന്നു, അതുപോലെ തന്നെ ഓവറോൾ പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ ഇൻവെൻട്രി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഒഴിച്ചുകൂടാനാകാത്തതാണ്, ഇനെവിറ്റബിൾ ആൻഡ് ഹാസ് ടു ബി മെയിൻറ്റെയിൻ ഇൻ അപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റി. അത് വളരെ കൃത്യമായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം, കരുതി വെച്ചേക്കണം. ഹവർ ദ കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റ് ഇൻ ടൈം, ഓക്കെ, ജസ്റ്റ് ഇൻ ടൈം നിങ്ങൾക്ക് അറിയായിരിക്കും, JIT, ജസ്റ്റ് ഇൻ ടൈം ഈസ് ബിക്കമിങ് മോർ പോപ്പുലർ വിച്ച് ഈസ് ആൻ ഇൻവെൻറ്ററി സ്ട്രാറ്റജി. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത് ഒരു ഇൻവെൻറ്ററി സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഒരു ഇൻവെൻറ്ററി സ്ട്രാറ്റജിയാണ്. അപ്പോൾ അത് വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. എന്തുകൊണ്ടെന്ന് നോക്കാം. Companies employ to increase efficiency and decrease waste by receiving goods only as they are needed in the production process, thereby reducing inventory cost. അപ്പോൾ ഇവിടെ എന്താ, ഈ ജസ്റ്റ് ഇൻ ടൈമിൽ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് ഇൻ ടൈം ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യുന്നു, കമ്പനീസ് എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് അവരുടെ സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും, പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്മൂത്തർ ആവും. എന്ന് വെച്ചാൽ തീർന്ന് അവസാനം എത്തിയിട്ട് പോയി വേറെ വാങ്ങലല്ല, പക്ഷെ ജസ്റ്റ് ഇൻ ടൈം, പ്രോപ്പറായിട്ടുള്ള ടൈം എപ്പോഴാണോ ആ തീരുന്ന ആ ഒരു ടൈമിൽ, അല്ലാതെ ഒരുപാട് മുൻകൂട്ടി എന്ത് ചെയ്തില്ല, സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്ത് വെക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ വേസ്റ്റേജ് സംഭവിക്കാൻ പറ്റും, അതുപോലെ തന്നെ സ്റ്റോറേജ് കോസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇൻവെൻട്രി കോസ്റ്റുകൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അതേ സമയത്ത് പ്രൊഡക്ഷൻ പ്രോസസ്സ് എഫിഷ്യൻ്റ് ആയിട്ട് നടക്കുകയും വേണം, വേസ്റ്റേജ് കുറഞ്ഞിരിക്കുകയും വേണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ജസ്റ്റ് ഇൻ ടൈം സ്ട്രാറ്റജി വന്നേക്കുന്നത്. അപ്പം ജസ്റ്റ് ഇൻ ടൈം അഥവാ JITയിൽ എന്താ ചെയ്യുന്നത്, ഇതൊരു ഇൻവെൻട്രി സ്ട്രാറ്റജിയാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്, കമ്പനീസ് എംപ്ലോയ് ടു ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് ഡിക്രീസ് വേസ്റ്റ്. ഇവിടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണമെന്നുള്ള ഒരു കാര്യമുണ്ട്, അതുപോലെ തന്നെ വേസ്റ്റ് ഡിക്രീസ് ചെയ്യണമെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളുടെയും ഒരു ബാലൻസിങ് ആണ് JITയിൽ നടക്കുന്നത്. അതെങ്ങനെ സാധ്യമാകുന്നു? ബൈ റിസീവിങ് ഗുഡ്സ് ഓൺലി ആസ് ദേ ആർ നീഡഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് ആവശ്യമാകുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുഡ്സിനെ കുറിച്ച് ചിന്തിക്കുന്നു, അത് റീസ്റ്റോക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇൻവെൻട്രി കോസ്റ്റ് വളരെയധികം കുറഞ്ഞു നിൽക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ദിസ് മെത്തേഡ് റിക്വയർസ് പ്രൊഡ്യൂസേഴ്സ് ടു ഫോർകാസ്റ്റ് ഡിമാൻഡ് ആക്യുറേറ്റ്ലി. പക്ഷേ ഇത് സാധ്യമാകണമെങ്കിൽ അവിടെ എന്ത് വേണം, ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റ് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, നമുക്ക് കൃത്യമായ രീതിയിൽ സ്റ്റോക്ക് നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ അത് ബാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ JIT വരുമ്പോൾ JIT എന്താ പറയുന്നത്, ജസ്റ്റ് ഇൻ ടൈം മതി എന്നുള്ളതാണ്. അതായത് നമുക്ക് ആവശ്യമായി വരുന്ന സമയത്ത്, തീരെ അങ്ങ് തീരുമ്പോഴല്ല, അതേസമയത്ത് പ്രോപ്പറായിട്ട് ചിലപ്പോൾ 2 ദിവസം മുന്നെയോ അല്ലെങ്കിൽ ഇത്ര ദിവസം മുന്നെയോ ആവശ്യമായിട്ട് വരുമെന്ന് നമുക്ക് മനസ്സിലാക്കി അപ്പോൾ മാത്രം അത് ഓർഡർ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ ഇൻവെൻട്രി കോസ്റ്റുകൾ കുറഞ്ഞ് നിൽക്കും, വേസ്റ്റേജ് കുറഞ്ഞ് നിൽക്കും എന്നൊക്കെയാണ് JIT പറയുന്നത്. പക്ഷേ ഇത് നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു പ്രോപ്പറായിട്ടുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് വേണം. അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ്, ഫ്യൂച്ചറിലെ ഡിമാൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ ഒരുപാട് ഡിമാൻഡ് അല്ലെങ്കിൽ ഭയങ്കര ഡിമാൻഡ് കൂടിയ ഒരു
സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ലാസ്റ്റ് മിനിറ്റിൽ പോയിട്ട് ഓർഡർ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ഓർഡർ അല്ലെങ്കിൽ സ്റ്റോക്ക് കിട്ടാതെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. അപ്പോൾ അത് കോമ്പറ്റീറ്റേഴ്സിന് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ JIT എന്ന് പറയുന്നത് സക്സസ് ആകണമെങ്കിൽ അവിടെ പ്രോപ്പർ ഡിമാൻഡ് ഫോർകാസ്റ്റ് ഉണ്ടായിരിക്കണം. നമുക്കറിയണം നമ്മുടെ സ്റ്റോക്ക് ഇത്രയും കരുതി വെക്കേണ്ട ആവശ്യമുണ്ടോ, അതിനുള്ള ഒരു ഡിമാൻഡ് ഭാവിയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നിരുന്നാൽ മാത്രമേ JIT സക്സസ് ആവുകയുള്ളൂ. ക്ലിയർ? ഓക്കെ. അപ്പോൾ അടുത്ത നമ്മൾ നോക്കുന്നത് ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. എന്തൊക്കെയാണ് ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നോക്കാം. The objective of inventory management is to maintain inventory at an appropriate level to avoid excess or shortage of inventory. അപ്പോൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലെവലിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. ഒരുപാട് ഓവറും ആകരുത്, എന്നാൽ തീരെ കുറഞ്ഞു പോകാനും പാടില്ല. ആ ഒരു ലെവൽ ഏതാന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട് കേട്ടോ. ആ ഒരു ലെവൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ഇമാജിനേഷനിൽ വർക്കൗട്ട് ചെയ്ത് ഒരു ലെവൽ ഫിക്സ് ചെയ്യലല്ല, അതിന് പ്രോപ്പറായിട്ടുള്ള എന്താണ് ടെക്നിക്കുകളുണ്ട്, നമ്മളത് പഠിക്കും. അപ്പോൾ ആ ടെക്നിക്കുകൾ പ്രകാരം ഒപ്റ്റിമം ലെവൽ ഏതാണെന്ന് മനസ്സിലാക്കുക, ആ അപ്രോപ്രിയേറ്റ് ലെവലിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, ആ ലെവൽ എത്തുമ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. അവിടെ എന്ത് പാടില്ല, എക്സസും പാടില്ല, ഷോർട്ടേജും പാടില്ല. ഒത്തിരി അങ്ങ് കൂടിപ്പോയാലും പ്രശ്നമാണ്, തീരെ കുറഞ്ഞു പോയാലും പ്രശ്നമാണ് അല്ലേ. അപ്പോൾ ആ ഒരു ബാലൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്രോപ്രിയേറ്റ് ലെവൽ ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ച് അവിടെ അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്. പിന്നെയോ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ക്യാരിയിങ് ഇൻവെൻട്രി. അടുത്തൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇൻവെൻട്രിയുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കോസ്റ്റുകൾ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. ഓക്കെ. ആൻഡ് എൻഷുർ ദ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഫിനിഷ്ഡ് ഗുഡ് റിമൈൻ കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദി ബിസിനസ് ഓപ്പറേഷൻ. കണ്ടിന്യൂസ് സപ്ലൈ ഉണ്ടായിരിക്കണം. ഏതിൻ്റെയൊക്കെ, റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഒക്കെ ഒരു കണ്ടിന്യൂസ് സപ്ലൈ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഈ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് അടുത്തൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താ പറയുന്നത്, ഇൻവെൻട്രിയുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കോസ്റ്റുകൾ റെഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, റോ മെറ്റീരിയലും ഫിനിഷ്ഡ് ഗുഡും എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിൽ റിമെയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതും ഉറപ്പാക്കണം. ദ ഒബ്ജക്റ്റീവ് സ്പെസിഫിക്കലി മേ ബി ഡിവൈഡഡ് ഇൻ ടു 2 categories മെൻഷൻ ബിലോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ എന്താണ്, ഒരു പ്രൈമറി ഒരു ബേസിക്സ് ആണോ, എന്താണ് അതിൻ്റെ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായും ഒരു ബേസ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഒബ്ജക്റ്റീവ് പറയാം. ഇനി ഈ ഒബ്ജക്റ്റീവിനെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 ബ്രോഡർ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ് ആണ് ഫസ്റ്റ് വൺ. ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവാണ്. അല്ലെങ്കിൽ അവ എന്താണ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എന്ത് വരും, വെയർ ഹൗസിംഗ്, പർച്ചേസ്, പ്രൊഡക്ഷൻ, സെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ടു എൻഷുർ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ. ഒന്നാമത്തെ എന്താണ്, വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെറ്റീരിയൽ സപ്ലൈ എന്ത് ചെയ്തിരിക്കണം, ഉറപ്പാക്കണം. അതായത് ഒരുപാട് അങ്ങ് തീർന്നതിന് ശേഷം പിന്നെ ആലോചിച്ച് പിന്നീട് ഒന്നേന്ന് പറഞ്ഞ് നമ്മൾ ഓർഡർ കൊടുത്ത് വരുത്തി പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിരിക്കണം. നമുക്ക് ആ ഒരു ലെവൽ, അപ്രോപ്രിയേറ്റ് ലെവലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ, ആ അപ്രോപ്രിയേറ്റ് ലെവലിനേക്കാൾ താഴെ ഗുഡ്സ് എപ്പോൾ പോകുന്നോ വീണ്ടും വാങ്ങിച്ച അപ്രോപ്രിയേറ്റ് ലെവൽ വരെ നിറച്ച് വെക്കുക. ആ ഒരു പരിപാടിയാണ് ഫസ്റ്റ് വൺ. അപ്പോൾ ഇത് ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവിൽ ആദ്യം എന്താ പറയുന്നത്, ടു എൻഷുർ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽസിൻ്റെ കണ്ടിന്യൂസ് സപ്ലൈ എന്ത് ചെയ്തിരിക്കണം, ഉറപ്പുവരുത്തണം. രണ്ടാമത്തതോ ടു എൻഷുർ അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ പ്രോസസ്സ്. പ്രൊഡക്ഷൻ പ്രോസസ്സ് തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. പ്രൊഡക്ഷൻ പ്രോസസ്സ് തടസ്സമില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, പ്രോപ്പർ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പം പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആവശ്യമുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സിന് യാതൊരുവിധ തടസ്സങ്ങളും നേരിടുന്നില്ല എന്നുള്ളത് കൂടി എന്ത് ചെയ്തിരിക്കണം, ഉറപ്പുവരുത്തണം.
പിന്നെയോ ടു മിനിമൈസ് ദ റിസ്ക് ആൻഡ് ലോസസ് ഇൻകേർഡ് ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് ഇൻവെൻട്രി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഷോർട്ടേജ് ഓഫ് ഇൻവെൻട്രി അല്ലെങ്കിൽ ഇൻവെൻട്രി ഇല്ലാതെ വരുമ്പോൾ, ഇൻവെൻട്രി മീൻസ് അറിയാലോ റോ മെറ്റീരിയൽ, ഫിനിഷ്ഡ് ഗുഡ്, വർക്ക് ഇൻ പ്രോഗ്രസ് ഒക്കെയാണ്. ഇത് നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരുമ്പോൾ ചില നഷ്ടങ്ങളും റിസ്കുകളും സംഭവിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലേ. നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല, വിൽക്കാൻ സ്റ്റോക്കില്ല, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ റോ മെറ്റീരിയൽ ഇല്ല. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ എന്ത് പറ്റും? നഷ്ടങ്ങൾ സംഭവിക്കും അല്ലേ, അല്ലെങ്കിൽ അതൊരു റിസ്ക് ആണ്. അപ്പം ആ റിസ്കുകൾ അല്ലെങ്കിൽ ആ നഷ്ടങ്ങൾ മിനിമൈസ് ചെയ്യുക എന്നുള്ളതും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ പെടുന്ന ഒരു ഒബ്ജക്റ്റീവാണ്. എന്തിൻ്റെ ഒബ്ജക്റ്റീവ്? ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവാണ്. അപ്പം ഇത്രയാണ് പ്രധാനമായിട്ടും വരുന്നത്. അതുകൂടാതെ ഒന്നുകൂടെ വരുന്നുണ്ട്, ഒരു ബെറ്റർ കസ്റ്റമർ സർവീസ് എൻഷുർ ചെയ്യുക എന്നുള്ളത്. ബെറ്റർ കസ്റ്റമർ സർവീസ് എങ്ങനെ എൻഷുർ ചെയ്യുന്നത്? ആൾക്കാർ ഒരു കസ്റ്റമർ പ്രൊഡക്റ്റ് ഡിമാൻഡ് ചെയ്യുമ്പോൾ അവരുടെ മുന്നിലേക്ക് ആ കാര്യം എന്ത് ചെയ്തിരിക്കണം? എത്തിച്ചു കൊടുക്കണം അല്ലേ എന്നുള്ളത് ഒരു ബിസിനസ്സിൻ്റെ ഒരു ബേസിക് എത്തിക്വേറ്റ് ആണ്. അപ്പോൾ അത് പാലിച്ചിരിക്കണം. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു റീറ്റെയിലർ കുറച്ച് കാര്യങ്ങൾ ഓർഡർ ചെയ്തേക്കുകയാണ്, മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്നും അവരുടെ ബിസിനസ്സിലേക്ക് ഓർഡർ ചെയ്തേക്കുകയാണ്. പക്ഷെ മാനുഫാക്ചർ ക്യാഷും അഡ്വാൻസ് ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ട് മാസം 2-3 പക്ഷെ ഇതുവരെ സാധനം ഡെലിവർ ചെയ്തിട്ടില്ല. ചോദിക്കുമ്പോൾ പറയാണ് ആ സാധനം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ സപ്ലൈയിൽ ഷോർട്ടേജ് സംഭവിച്ചു, അതുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ നിർത്തിവെക്കേണ്ടി വന്നു എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. കാരണം ഈ റീറ്റെയിലർ ഓൾറെഡി ക്യാഷ് കൊടുത്തു, ഇനി അല്ലെങ്കിൽ ഈ റീറ്റെയിലറിൻ്റെ ഓർഡർ ഓൾറെഡി മാനുഫാക്ചർ സ്വീകരിച്ചത് കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തില്ല? വേറൊരു മാനുഫാക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പോയതുമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? റീറ്റെയിലറിന് സാധനം വിൽക്കാനില്ല. അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ അത് സാരമായിട്ട് ബാധിച്ചു. അപ്പോൾ എന്ത് പറ്റും? ഈ റീറ്റെയിലറും ഈ മാനുഫാക്ചറും തമ്മിലുള്ള റിലേഷനെയും അത് അഫക്റ്റ് ചെയ്യും അല്ലേ. മാനുഫാക്ചറിന് അടുത്തൊരു വട്ടം ഈ ഒരു ഓർഡർ കൊടുക്കാനായിട്ട് ഒരിക്കലും ഈ റീറ്റെയിലർ ഈ മാനുഫാക്ചറിനെ പ്രിഫർ ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി ഒരു ബെറ്റർ കസ്റ്റമർ സർവീസ് കൊടുക്കാനും ഈ ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് സ്റ്റോക്ക് ഔട്ട് ഡേഞ്ചർ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പം സ്റ്റോക്ക് ഔട്ട് ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് തീർന്നു പോയി എന്നുള്ള ഒരു സിറ്റുവേഷൻ. അതായത് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെയാണ്. 500 യൂണിറ്റ് ഓർഡർ ചെയ്തു. അപ്പോൾ 500 യൂണിറ്റ് ഓർഡർ ചെയ്യുമ്പോൾ അത് 10-ാം തീയതി തരാം എന്നവർ മാനുഫാക്ചർ പറഞ്ഞിട്ടുണ്ട്. 10-ാം തീയതി ആയിട്ടും കണ്ടില്ല. അപ്പം റീറ്റെയിലർ ചോദിക്കുമ്പോൾ പറയാണ്, അയ്യോ സ്റ്റോക്ക് തീർന്നു പോയതുകൊണ്ട് സപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, ഉള്ള സ്റ്റോക്ക് ആദ്യം ഓർഡർ ചെയ്തവർക്ക് കൊടുത്തുപോയി, ഇനി നിങ്ങൾക്ക് സ്റ്റോക്ക് ഒന്നേന്ന് പറഞ്ഞ് ഉണ്ടായി വരണം, അതിന് കുറച്ചൊരു 2 വീക്ക് ടൈം തരണം എന്നൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ചില കേസസിൽ അത് ഓക്കെ, പക്ഷെ അത് ഫ്രീക്വൻ്റ് ആയിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ ബിസിനസ്സിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. അപ്പോൾ അവരെ ആ ഒരു മാനുഫാക്ചറിങ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഓർഡർ കൊടുത്താൽ കൃത്യമായി ഡെലിവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ എന്നുള്ള ഒരു ന്യൂസ് സ്പ്രെഡ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു മാനുഫാക്ചറിൻ്റെ ബിസിനസ്സിനെ ഇത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു സ്റ്റോക്ക് ഔട്ട് ഡേഞ്ചർ എന്ത് ചെയ്യാൻ, അവോയ്ഡ് ചെയ്യാനും പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നത്. എന്തൊക്കെയാണ് വരുന്നത്? കണ്ടിന്യൂസ് സപ്ലൈ എൻഷുർ ചെയ്യുന്നു, അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സ് എൻഷുർ ചെയ്യുന്നു. അതുപോലെ റിസ്ക്കും ലോസസും എന്തുമായി ബന്ധപ്പെട്ട ഇൻവെൻട്രിയുടെ ഷോർട്ടേജുമായി ബന്ധപ്പെട്ട റിസ്ക്കും ലോസസും മിനിമൈസ് ചെയ്യുന്നു. ബെറ്റർ ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് എൻഷുർ ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റോക്ക് ഔട്ട് ഡേഞ്ചർ അവോയ്ഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സിനുള്ളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ്സിനെ ബ്രോഡർ ടു കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്, രണ്ടാമത്തത് എന്താണ്? ഫിനാൻസിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് ഫസ്റ്റ് വൺ, ടു മിനിമൈസ് ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഇൻവെൻട്രി. ഇൻവെൻട്രിയുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇൻവെൻട്രി കോസ്റ്റുകളുണ്ട്. സ്റ്റോറേജ് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ് അല്ലേ, ഹോൾഡിംഗ് കോസ്റ്റ്, അങ്ങനെ ഒത്തിരി കോസ്റ്റുകൾ ഇൻവെൻട്രിയുമായി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോസ്റ്റുകളൊക്കെ എപ്പോഴാണ് കൂടുതലാവുന്നത്? നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് സ്റ്റോർ ചെയ്ത് വെച്ചാലും അത് കോസ്റ്റ് ഉണ്ടാക്കും. അതല്ല, നമ്മൾ ആവശ്യത്തിന് ഓർഡർ ചെയ്യാതെ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ഓർഡർ ചെയ്യാൻ നിന്നാലും ഈ കോസ്റ്റുകൾ ഇൻക്രീസ് ആവും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ആ ഒരു അപ്രോപ്രിയേറ്റ് ലെവൽ മനസ്സിലാക്കി ആ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ കോസ്റ്റുകളൊക്കെ നമുക്ക് ഒരുവിധം, അല്ലെങ്കിൽ ഈ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുവിധം മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ടു മിനിമൈസ് ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി ഇൻവെൻട്രി. രണ്ടാമത്തെ എന്താണ്?
ഇൻവെൻട്രി കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇൻവെൻട്രിയുമായി ബന്ധപ്പെട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കാനും അത് വെയർ ഹൗസിൽ സൂക്ഷിക്കാനാണെങ്കിലും അത് ഓർഡർ ചെയ്യാനാണെങ്കിലും അല്ലേ, അത് ഏതൊരു കാര്യം എടുത്ത് നോക്കിയാലും അതുമായി ബന്ധപ്പെട്ട് ധാരാളം കോസ്റ്റുകൾ ഇൻകർ ആകുന്നുണ്ട്. അപ്പം ഇൻവെൻട്രി ഓർഡർ ചെയ്യുക എന്ന് ഉള്ളത് മാത്രമല്ല, ഇൻവെൻട്രി ഓർഡർ ചെയ്യുന്നത് തൊട്ട് അത് പ്രൊഡ്യൂസ് ചെയ്ത് വെയർ ഹൗസിൽ സൂക്ഷിച്ച് അത് കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു പ്രോസസ്സ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് ഓരോ മേഖലയിലും അതനുസരിച്ചിട്ടുള്ള കോസ്റ്റുകളും ഇൻകർ ആകുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു താളം തെറ്റി നല്ല ഒരു എന്ത് പറ്റും, കോസ്റ്റ് ഇൻക്രിമെൻറ്റ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മിനിമൈസ് ചെയ്യാനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവായിട്ടത് പറയാം. മൂന്നാമത്തത് എക്കോണമി ഇൻ പർച്ചേസ് അല്ലേ. എക്കോണമി ഇൻ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ബൾക്കായിട്ട് സാധനം എടുക്കാൻ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജും ഡിസ്കൗണ്ടും കാര്യങ്ങളും ഓഫേഴ്സും ഒക്കെ കിട്ടും. അതേസമയത്ത് അപ്പോൾ തീരുമ്പോൾ നമ്മൾ സാധനം വാങ്ങുമ്പോൾ എന്താ പറ്റുക, അതനുസരിച്ചിട്ടുള്ള നഷ്ടം വരും. നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഇപ്പം നമ്മളൊരു മന്ത്ലി നമ്മുടെ വീട്ടു സാധനങ്ങൾ ഇത്ര വേണമെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ മന്ത്ലി ഇത്ര വേണമെന്നുള്ളത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ബഡ്ജറ്റ് ചെയ്ത് അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങുന്നു. അല്ലെങ്കിൽ നമുക്കറിയാം എവിടെ നിന്ന് വാങ്ങുമ്പോഴാണ് കുറച്ചും കൂടി ബെനിഫിറ്റായിട്ട് നമുക്ക് വാങ്ങാൻ കഴിയുന്നത്, കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉള്ളത് എവിടെയാണ്, തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാസത്തേക്കുള്ള സാധനം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടു ചിലവ് എന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ കഴിഞ്ഞ് കിട്ടി. പിന്നെ നമ്മൾ കൂടെ സാധനം വാങ്ങിച്ച് വീണ്ടും പൈസ കളയേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അതേ സമയത്ത് നമ്മൾ ഒരു മാസത്തേക്കുള്ള സാധനമൊന്നും വാങ്ങുന്നില്ല, നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തീരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും സാധനം വാങ്ങുക. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ എന്ത് ചെയ്യുന്നു, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് നമ്മുടെ കിച്ചണിലെ സാധനങ്ങൾ തീർന്നു പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുക്കിംഗ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കണ്ടേ, കുക്കിംഗ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കണം, അതൊരു കോസ്റ്റാണ്. പിന്നെന്താ, നമ്മൾ വണ്ടി വിളിച്ച് അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഉണ്ടെങ്കിൽ അതിൽ ഫ്യൂൽ ഒഴിക്കണം, അപ്പോൾ അത് കോസ്റ്റാണ് അല്ലേ. അപ്പോൾ ആ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കടയിലേക്ക് പോകണം. അപ്പം നടന്നിട്ടാണെങ്കിൽ അങ്ങനെ, അപ്പോൾ അവിടെ ടൈം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് വാങ്ങിച്ചുകൊണ്ട് വരുന്നു അല്ലേ, അത് വാങ്ങിച്ചുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നു, നമുക്ക് വീണ്ടും അത് തീർന്നു പോകുന്നു, വീണ്ടും അത് വാങ്ങുന്നു. അപ്പോൾ ഈ കോസ്റ്റുകൾ എന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് ഇത് ഇങ്ങനെ ഇൻകർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നമ്മൾ പെട്ടെന്ന് തീരുമ്പോൾ പോയി വാങ്ങുമ്പോൾ നമ്മൾ എവിടെയാണ് ഓഫർ ഉള്ളത്, എവിടെയാണ് ഡിസ്കൗണ്ട് ഉള്ളതൊന്നും നോക്കില്ല. കാരണം നമ്മുടെ സാധനം ഇപ്പോൾ ആവശ്യമുള്ളതാണ്, അപ്പോൾ തൊട്ടടുത്ത് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് പോയി മേടിച്ചുകൊണ്ട് വരിക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് ഈ കോസ്റ്റുകളൊക്കെ അവിടെ എന്ത് ചെയ്തിരിക്കും, റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് ആ വ്യത്യാസം. അപ്പം എക്കോണമി ഇൻ പർച്ചേസ് ഉറപ്പാക്കുക എന്നുള്ളതും ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ലക്ഷ്യമാണ്. എക്കോണമി ഇൻ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആവശ്യം ഉള്ള സമയത്തേക്കുള്ളത് അല്ലെങ്കിൽ എപ്പോഴാണോ ആവശ്യം അത് മനസ്സിലാക്കി അതിന് മുന്നേ എന്ത് ചെയ്തിരിക്കണം, സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ബൾക്കായിട്ട് ഓർഡർ ചെയ്ത്, ബൾക്ക് എന്ന് പറയുമ്പോൾ ഒരുപാടും കൂടി ഒത്തിരി വാങ്ങലല്ല, ആവശ്യമായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി അത് എപ്പോഴും കരുതി വയ്ക്കുക. അത്രയാണ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്, മിനിമൈസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമൈസ് ചെയ്യുക, ഇൻവെൻട്രി കോസ്റ്റ് മിനിമൈസ് ചെയ്യുക, അതുപോലെ എക്കോണമി ഇൻ പർച്ചേസ് ഉറപ്പുവരുത്തുക. Next, apart from the above objective, inventory management also emphasized to bring down the adverse impact of holding excess inventory. അതായത് ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്സിന് പുറമേ അതായത് ആവശ്യത്തിൽ കൂടുതൽ ഇൻവെൻട്രി ഹോൾഡ് ചെയ്ത് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കാൻ ചാൻസ് ഉള്ള അഡ്വേഴ്സ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾ റെഡ്യൂസ് ചെയ്യാൻ കൂടി എന്ത് സഹായിക്കുന്നുണ്ട്, ഇൻവെന്ററി മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹോൾഡിംഗ് എക്സസ് ഇൻവെൻട്രി ലീഡ്സ് ടു ദ ഫോളോയിങ് കോൺസിക്വൻസ്. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കണം, ഒരുപാട് ഇൻവെൻട്രി നമ്മൾ അല്ലെങ്കിൽ ഒത്തിരി സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്താൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഒന്നാമത്തത് അൺനെസസറി ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് ആൻഡ് റിഡക്ഷൻ ഇൻ പ്രോഫിറ്റ്. ഒന്നാമത്തെ കാര്യം, അൺനെസസറി ആയിട്ട് നമ്മൾ കുറേ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്ത് പോവും. ആ ഫണ്ടുകൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് മറ്റു പല കാര്യങ്ങളിലേക്കും അത് റീഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ നമുക്ക് കുറച്ച് ലാഭം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഫണ്ട് നമ്മൾ എന്ത് ചെയ്തു, എടുത്തിട്ട് ഈ സ്റ്റോക്കുകളെല്ലാം കൂടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. ഓക്കെ, അതൊരു പ്രശ്നമാണ്. ക്ലിയർ? ഇപ്പം നമുക്ക് അറിയാം, നമ്മൾ അധികം ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം ഒത്തിരി നമ്മൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുക, നമ്മൾ അതിൽ നിന്ന് കുറച്ച് മാത്രമേ ഉപയോഗിക്കുള്ളൂ അല്ലേ. നമ്മൾ ഒരുപാട് പക്ഷെ അത് സ്റ്റോർ ചെയ്ത് വെക്കുക, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് പൈസ അവിടെ കളയുന്നുണ്ട്. പക്ഷെ ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബാക്കി നമുക്ക് ആവശ്യമായിട്ട് നമ്മൾ കൂടെ ആവശ്യമായി വരുന്ന കാര്യങ്ങൾ വാങ്ങിച്ചവിടെ വെക്കായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും പറയുന്നത് എന്താണ്, അൺനെസസറി ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് ഇൻ റിഡക്ഷൻ ഇൻ പ്രോഫിറ്റ്. അനാവശ്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവിടെ നടക്കുന്നു.
അതുവഴി നമ്മുടെ പ്രൊഡക്ഷനെ ബാധിക്കുന്നു. അല്ലെങ്കിൽ പ്രൊഡക്ഷനെ ബാധിക്കുന്നത് മാത്രമല്ല നമ്മുടെ പ്രോഫിറ്റിനെ ബാധിക്കുന്നു. കാരണം ആ ഫണ്ട് അവിടെ ലോക്കായി കിടക്കുന്നത് കൊണ്ട് ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്ക് ഫണ്ട് ആവശ്യം വരുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ പാർട്ടിയുടെ കയ്യിൽ നിന്ന് പോവുകയും കടത്തിന് ചെയ്യേണ്ടി വരുന്ന സാധനങ്ങൾ എടുക്കുകയും വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് അത് റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് ഇൻക്രീസ് ഇൻ ഹോൾഡിംഗ് കോസ്റ്റ്. നമുക്കിത് സൂക്ഷിച്ച് വെക്കണം അല്ലേ. ഈ കാര്യം വാങ്ങാൻ കോസ്റ്റാണ്, അത് സൂക്ഷിക്കാൻ കോസ്റ്റാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെ വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെയോ ലോസ് ഓഫ് ലിക്വിഡിറ്റി. നമുക്ക് ലിക്വിഡിറ്റി നഷ്ടമാവും. നമ്മുടെ കയ്യിലുള്ള റെഡി ലിക്വിഡ് ക്യാഷ് ഇല്ലാതെയാവും. കാരണം നമ്മുടെ ഉള്ള ക്യാഷ് മൊത്തം എടുത്ത് നമ്മൾ എന്താ ചെയ്തേക്കുന്നത്, കുറേ സ്റ്റോക്ക് വാങ്ങിച്ച് സൂക്ഷിച്ച് വെച്ചേക്കുകയാണ്. അപ്പോൾ ചോദിക്കുവാണെങ്കിൽ ഇത്രയും ലക്ഷം രൂപയുടെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്, അതൊരു അസറ്റാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് സ്റ്റോക്ക് എടുത്ത് കൊടുത്താൽ ആവശ്യം നടക്കുമോ? ഇല്ല. അതിനെന്ത് തന്നെ വേണം? ക്യാഷ് തന്നെ വേണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടുന്ന ലിക്വിഡ് ആയിട്ടുള്ള മണിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, എടുത്ത് ഈ എക്സസ് ആയിട്ടുള്ള സ്റ്റോക്കിലേക്ക് അല്ലെങ്കിൽ ആവശ്യത്തിനേക്കാൾ കൂടുതൽ ഇൻവെന്ററി പർച്ചേസ് ചെയ്യുന്നത് വഴി ലോക്കാക്കി വെച്ചേക്കുന്നത്. അപ്പം അതൊരു പ്രശ്നമാണ്. പിന്നെ ഡിറ്റീരിയേഷൻ ഇൻ ഇൻവെന്ററി. ഡിറ്റീരിയേറ്റ് ആകുക, അതായത് എന്താണ് ഡിറ്റീരിയറേഷൻ ഇൻ ഇൻവെന്ററി എന്ന് പറയുന്നത്, ഇൻവെന്ററി കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും പെരിഷബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെന്ററി എടുക്കുക, നമ്മൾ ആവശ്യത്തിനേക്കാൾ കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ചിലപ്പോഴൊക്കെ അത് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും നനവ് തട്ടിയിട്ട് അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, മഴയൊക്കെ ആണെങ്കിൽ അല്ലേ അതിൻ്റെ ഒരു ഹ്യൂമിഡിറ്റി കാര്യങ്ങൾ കയറിയിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പൂപ്പലടിക്കുക അല്ലേ, അല്ലെങ്കിൽ പഴയതായി പോവുക, കളർ മങ്ങിപ്പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളന്മാർ കയറി മോഷ്ടിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായതെല്ലാം കൂടി കത്തിപ്പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പം കുറേ നെഗറ്റീവ് എലമെൻ്റ് ഇവിടെ കിടപ്പുണ്ട്. അതേസമയത്ത് കുറച്ച് മാത്രമേ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തീരുമ്പോൾ അടുത്തത് വാങ്ങാം. അല്ലാതെ ഒരു വർഷത്തേക്കുള്ളത് ആദ്യമേ സ്റ്റോർ ചെയ്ത് വെക്കുക, ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഡാമേജ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് നമ്മൾ എക്സസ് ആയിട്ടുള്ള ഇൻവെന്ററി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ള അഡ്വേഴ്സ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അൺനെസസറി ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട്, ഇൻക്രീസ് ഇൻ ഹോൾഡിംഗ് കോസ്റ്റ്, ലോസ് ഓഫ് ലിക്വിഡിറ്റി, ഡിറ്റീരിയേഷൻ ഇൻ ഇൻവെന്ററി എന്ന് വെച്ചാൽ ഡാമേജ് ഇൻ ഇൻവെന്ററി, എക്സസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് വഴിയുള്ള ഡാമേജ്. ഓക്കെ, അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ലെവൽ ഓഫ് ഇൻവെന്ററി. ഇൻവെന്ററിയുടെ ലെവലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ദ ലെവൽ ഓഫ് ഇൻവെന്ററി ഷുഡ് ബി അപ്രോപ്രിയേറ്റ്. നമുക്കറിയാമല്ലേ, നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിൽ നിന്നും നമുക്കത് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ അത് വേണ്ടി ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല അല്ലേ. അത് നമ്മളെന്താ, ഇൻവെന്ററിയുടെ ഒരു ലെവലുണ്ട്, ആ ലെവൽ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ടെക്നിക്സുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഒരു ലെവൽ എന്ത് ചെയ്തുകൊണ്ട് പോകണം, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു ലെവൽ കണ്ടുപിടിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു കീ ആയിട്ടുള്ളൊരു എലമെൻറ്റ്. ദ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദി എമൗണ്ട് ഓഫ് ഇൻവെൻട്രി ഡിപ്പെൻഡ്സ് അപ്പോൺ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഈ ഒരു അപ്രോപ്രിയേറ്റ്നെസ് എന്ന് പറയുന്നത്, ഈ ഉചിതമായ ഈ ഒരു ലെവൽ എന്ന് പറയുന്നതിനെ ബാധിക്കുന്ന ഒത്തിരി അധികം ഘടകങ്ങളുണ്ട്. അപ്പോൾ സം സിഗ്നിഫിക്കൻറ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ലെവൽ ഓഫ് ഇൻവെൻട്രി ആർ എക്സ്പ്ലെയിൻഡ് ആസ് ഫോളോസ്. അപ്പം ഈ ഒരു അപ്രോപ്രിയേറ്റ് ലെവലിനെ അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ഓഫ് ഇൻവെൻട്രിയെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് ബിസിനസ് എന്നുള്ളതാണ് ആദ്യത്തെ ഫാക്ടർ. നമ്മുടെ ബിസിനസ് എന്ത് തരം ബിസിനസ്സാണ്. The level of inventory will depend upon the nature of business, whether it is a retail business, wholesale business, manufacturing business or trading business. ഈ എന്ത് തരം ബിസിനസ്, ആ ബിസിനസ്സിൻ്റെ നേച്ചറിന് അനുസൃതമായിട്ടും നമ്മൾ ഇൻവെൻ്ററി ലെവൽ ചേഞ്ച് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു റീറ്റെയിൽ ബിസിനസ്സാണെന്ന് ഓർത്തോ. അപ്പോൾ റീറ്റെയിൽ ബിസിനസ്സിന് എന്താണ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അല്ലേ, അവരത് വാങ്ങിച്ചിട്ട് വിൽക്കുകയാണ്. അപ്പോൾ അവർക്കത് ഡിമാൻഡ് തീരുന്ന, ഇപ്പോൾ ഓണം ക്രിസ്മസ് സീസണൊക്കെ വരുമ്പോൾ എന്താണ്, ചില പ്രത്യേക പ്രൊഡക്റ്റുകൾക്ക് സീസൺ ടൈം ആയിരിക്കും അല്ലേ, ഡിമാൻഡ് കൂടും. അപ്പോൾ ആ സമയത്ത് എന്താണ്, അവർക്ക് കൃത്യമായിട്ട് സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ അവർക്ക് സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ആ സീസൺ അവരുടെ കോമ്പറ്റീറ്റേഴ്സ് കൊണ്ടുപോകും, അവർക്ക് മതിയായ രീതിയിൽ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റാതെ വരും അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ റീറ്റെയിൽ ബിസിനസ് എന്ത് ചെയ്തിരിക്കണം, റീറ്റെയിൽ ബിസിനസ്സിൻ്റെ നേച്ചർ വ്യത്യാസമായിരിക്കും. ഒരു ഉദാഹരണം പറയാം, ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇതുമായി റിലേറ്റ് ചെയ്ത് വന്നതുകൊണ്ട് പറയാം. ഒരു ബേക്കറിയിൽ കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് പോവുക. കുഞ്ഞു ബേക്കറിയാണ്, നമ്മൾ പാസ് ചെയ്യുന്ന വഴിക്ക് കണ്ടൊരു ബേക്കറി. അപ്പോൾ ആ ബേക്കറിയിൽ നമ്മളിത് ചിന്തിക്കുന്നില്ല, പക്ഷെ ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. കയറുമ്പോൾ ഒത്തിരി സാധനങ്ങൾ ഇരിപ്പുണ്ട്, കുറേ കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട്.
വലിയ കവർ പാക്കറ്റായിട്ട് നമ്മുടെ ഈ ചോക്കോപ്പായിട്ട് ചോക്ലേറ്റ് ബോക്സസ് ഒക്കെ ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഷെൽഫിൽ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് അതിൽ നിന്നൊന്ന് എടുക്കുക, ഇതെടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഷോപ്പ് കീപ്പർ പറയാം, അയ്യോ അത് അവിടെ ഡിസ്പ്ലേക്ക് വെച്ചേക്കുക, അതിനകത്തൊന്നുമില്ല, സാധനമില്ല, ചുമ്മാ സാധനം നിറച്ച് കാണിക്കാൻ വേണ്ടി വെച്ചേക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ടൊരു മുക്കാൽ സാധനങ്ങളും അവിടെ ഇല്ല, ശരിക്കും ഡിസ്പ്ലേക്ക് ആ ബോക്സ് എടുത്ത് വെച്ചേക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്, ഇതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളൂ എന്ന്. അപ്പോൾ അതെന്താ, അവിടെ ആ പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട്. അപ്പം നമ്മൾ അവിടെ കയറുമ്പോൾ അയ്യോ ഇവിടെ കയറണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നും അല്ലേ, വേറൊരു കടയിൽ കയറിയാൽ മതിയായിരുന്നു എന്ന് തോന്നും. ചിലർ എന്നാൽ സാധനം വേണ്ട, നമ്മൾ അടുത്ത കടയിൽ നിന്ന് മേടിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ പോവും. അപ്പോൾ അതൊരു ഇഷ്യൂ അവിടെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ഹോൾസെയിൽ ബിസിനസ് ആണെങ്കിലും മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിലും ട്രേഡിംഗ് ബിസിനസ് ആണെങ്കിലും അവർ എന്ത് ഡിമാൻഡാണോ മീറ്റ് ചെയ്യേണ്ടത് അതിനെ മനസ്സിലാക്കി ആ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. ട്രേഡിംഗ് ബിസിനസ് അല്ലെങ്കിൽ റീറ്റെയിൽ ബിസിനസ്സിൻ്റെ ഒരു ലെവലായിരിക്കില്ല ഒരു മാനുഫാക്ചറിങ് ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അവിടെ വ്യത്യാസമായിരിക്കും. കാരണം റീറ്റെയിൽ ബിസിനസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് സെല് ചെയ്യുക, മാനുഫാക്ചേഴ്സ് റീറ്റെയിലേഴ്സിന് സെല് ചെയ്യുക. അപ്പം എത്രത്തോളം റീറ്റെയിലേഴ്സ് ആ മാനുഫാക്ചറിനെ പ്രൊഡക്റ്റിന് വേണ്ടി സമീപിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു കണക്ക് കാണും അല്ലേ. അപ്പോൾ അതനുസരിച്ചുള്ള പ്രൊഡക്ഷൻ അവിടെ നടക്കണം. റീറ്റെയിലർ ഇപ്പോൾ അദ്ദേഹം ഏത് സ്ഥലത്താണോ അദ്ദേഹത്തിൻ്റെ ഷോപ്പ് ഇട്ടേക്കുന്നത് അവിടെ എത്രത്തോളം ആ ഒരു പ്രൊഡക്റ്റ് ഒരു മാസം മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു കണക്ക് കാണും. അപ്പോൾ അതനുസരിച്ചുള്ള ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഒരു മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ ട്രേഡ് ചെയ്തൊരു ബിസിനസ് ആണെങ്കിലോ അവരുടെ ഓരോ ലൊക്കേഷനിലെയും ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോക്കുകൾ അവരെന്ത് ചെയ്തിരിക്കണം, സ്റ്റോർ ചെയ്തിരിക്കണം. അപ്പോൾ ഇതനുസരിച്ച് നേച്ചർ ഓഫ് ബിസിനസ് അനുസരിച്ചിട്ടും എന്ത് ചെയ്യാം, ഈ സ്റ്റോക്കുകൾ മാറിക്കൊണ്ടിരിക്കാം. അടുത്തത് ഇൻവെൻട്രി ടേൺ ഓവർ ആണ്. ഇൻവെൻട്രി ടേൺ ഓവർ എന്ന് പറയുമ്പോൾ എന്താണ്, it refers to the amount of inventory which gets sold and the frequency of its sale. ഓക്കെ, അതായത് എമൗണ്ട് ഓഫ് ഇൻവെൻട്രി വിച്ച് ഗെറ്റ്സ് സോൾഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് സെയിൽ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻവെൻട്രി നമ്മൾ ക്യാഷാക്കി മാറ്റുന്ന കഥയായി പറയുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് എത്രത്തോളം വേഗത്തിൽ നമുക്ക് ക്യാഷായിട്ട് മാറ്റാൻ പറ്റും, അതായത് നമ്മുടെ ഈ കയ്യിലുള്ള സ്റ്റോക്കിനെ എത്രത്തോളം വേഗത്തിൽ അല്ലെങ്കിൽ ഒരു മാസം എത്രത്തോളം സ്റ്റോക്കുകളെ നമുക്ക് വിറ്റ് ക്യാഷ് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഇൻവെൻട്രി ടേൺ ഓവറിൽ പറയുന്നത്. ഇറ്റ് ഹാസ് ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ ദ എമൗണ്ട് ഓഫ് ഇൻവെൻട്രി ഹെൽഡ് ബൈ എ ബിസിനസ് കൺസേൺ. അതും ഈ ഇൻവെൻട്രി ലെവലുമായി നല്ല റിലേഷൻ ഉണ്ട്. കാരണം ഒരു മാസം ഇപ്പോൾ 500 യൂണിറ്റിൻ്റെ കച്ചവടമേ നടക്കുകയുള്ളൂ. എങ്ങനെ നോക്കിയാലും 500 യൂണിറ്റ് അല്ലെങ്കിൽ 50 യൂണിറ്റ് മാത്രമേ ഒരു മാസം സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഉറപ്പുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അവിടെ 1000 യൂണിറ്റ് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല അല്ലേ, അല്ലെങ്കിൽ ഒരു 10 യൂണിറ്റ് മാത്രമേ എടുത്ത് വെച്ചിട്ടും കാര്യമില്ല. അവർക്കൊരു 50 അല്ലെങ്കിൽ ഒരു 100 അല്ലെങ്കിൽ ഒരു 60-70 ആ ഒരു റേഞ്ചിൽ ഒക്കെ എടുത്ത് വെച്ചാൽ അതൊരു ഒപ്റ്റിമം ലെവലെന്ന് നമുക്ക് പറയാം. അല്ലാത്ത പക്ഷം അത് എക്സസും അല്ലെങ്കിൽ ഷോർട്ടേജും ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇൻവെൻട്രിയുടെ ടേൺ ഓവർ, ഇൻവെൻട്രി ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഇൻവെൻട്രി സെല്ല് ചെയ്ത് ക്യാഷായിട്ട് വരുന്ന ആ ഒരു സൈക്കിൾ അല്ലേ. അപ്പോൾ അത് ആ ഒരു ഫ്രീക്വൻസി ഓഫ് സെയിൽ എന്ന് പറയും. ഓക്കെ, ആ ഫ്രീക്വൻസി ഓഫ് സെയിൽ അനുസരിച്ചും ഈ ലെവൽ ഓഫ് ഇൻവെൻട്രി ചേഞ്ച് ആവുന്നുണ്ട്. ഇനി നേച്ചർ ഓഫ് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്, പ്രോഡക്റ്റ് നേച്ചർ ഓഫ് ബിസിനസ്സാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനി പ്രോഡക്റ്റിൻ്റെ നേച്ചറും ഇതിനെ ബാധിക്കുന്നുണ്ട്. The product sold by the business may be perishable product or a durable product. Accordingly, the inventory has to be maintained. ഇപ്പോൾ പെരിഷബിൾ പ്രോഡക്റ്റ് ഉണ്ട്, ഡ്യൂറബിൾ പ്രോഡക്റ്റ് ഉണ്ട് അല്ലേ. പെരിഷബിൾ എന്ന് പറയുമ്പോൾ എന്താ, പെട്ടെന്ന് ചീഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കേടായി പോവുകയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ചീത്തയായി പോകുന്ന പ്രോഡക്റ്റുകളാണ് പെരിഷബിൾ എന്ന് പറയുന്നത്. ഡ്യൂറബിൾ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, കൺസംഷൻ പ്രോഡക്റ്റുകളാണ്, അതിന് വേറൊരു സ്വഭാവമാണ്. അപ്പോൾ ആ ഒരു സ്വഭാവം മനസ്സിലാക്കി അല്ലെങ്കിൽ ആ നേച്ചർ മനസ്സിലാക്കിയായിരിക്കണം നമ്മൾ സ്റ്റോക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പച്ചക്കറി കച്ചവടം നടത്തുന്ന ഒരാൾ, അദ്ദേഹം എപ്പോഴും ഒരു മാസത്തേക്കുള്ള പച്ചക്കറി അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള പച്ചക്കറി സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ? ഇല്ല. പച്ചക്കറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ വളരെ കുറവാണ്, കുറച്ച് ഒരാഴ്ച അല്ലെങ്കിൽ അത്രത്തോളം മാത്രമേ അതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അത് കഴിയുമ്പോൾ അത് ചീത്തയായി പോകുമ്പോൾ നമുക്ക് വിൽക്കാൻ പറ്റില്ല, അപ്പോൾ നഷ്ടമാണ് അത്രയും എടുത്ത് വെക്കുന്നത്. അതേസമയത്ത് ഇപ്പോൾ TV ഫോണൊക്കെ ആണെങ്കിലോ നമുക്കതൊക്കെ വേണമെങ്കിലോ ഒരു കുറച്ച് അധികം നാളത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനിയിൽ ഇരുന്നാലും അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ ഇരുന്നാലും നമുക്കത് കുഴപ്പമില്ല. കസ്റ്റമർ വരുന്നതനുസരിച്ച് നമുക്കത് സെല് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റോക്ക് വാങ്ങിച്ചാൽ മതി. പക്ഷേ പച്ചക്കറി അങ്ങനെയല്ല, നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ഓർഡർ എടുത്തേ പറ്റുള്ളൂ. കാരണം അത് അധികം നമുക്ക് വാങ്ങിച്ച് സൂക്ഷിച്ച് വെച്ച് അങ്ങനെ കാലാകാലങ്ങളോളം സൂക്ഷിച്ച് വെച്ച് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആ പെരിഷബിലിറ്റി കൺസിഡർ ചെയ്യണം, ആ ഡ്യൂറബിലിറ്റിയും കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇതിൽ ഏതിൽ വരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള ഒരു
The scale on which the production is done also affect the amount of inventory held. A business may work on large scale in order to get the economy of production. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ എക്കോണമി ഓഫ് സ്കെയിൽ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഒരു ബിസിനസ് എന്ത് ചെയ്തിരിക്കണം, ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്തിരിക്കണം, അവിടെ ചെയ്യും. അപ്പോൾ ലാർജ് സ്കെയിൽ ഒരു എക്കോണമീസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഒരു കാര്യം ഒരു ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിലെന്താണ്, ഒരുപാട് കോസ്റ്റ് എഫക്റ്റീവ് ആണ് അല്ലേ, കുറേ കാര്യങ്ങളിൽ നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാനായിട്ട് കഴിയും. അതേസമയത്ത് ഫ്രീക്വൻ്റ് ആയിട്ട് അപ്പം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലോ കോസ്റ്റ് അവിടെ കൂടി നിൽക്കും. അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ എന്താണ്, ലാർജ് സ്കെയിൽ ഒരു പ്രൊഡക്ഷൻ നടത്തി അതിൻ്റെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ, അതാണ് എക്കോണമി ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്, എക്കോണമീസ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതും എന്ത് ചെയ്തിരിക്കും, ഈ ഇൻവെൻട്രി ലെവലിനെ ബാധിക്കും. അതായത് ഇപ്പോൾ ഒരു എക്കോണമി ഓഫ് പ്രൊഡക്ഷൻ നോക്കുന്ന ഒരു ബിസിനസ്സാണ്, അല്ലെങ്കിൽ ഒരു ലാർജ് സ്കെയിലിൽ ഉൽപ്പാദനം നടത്തുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്തിരിക്കണം, ആ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്താൻ പാകത്തിന് ആവശ്യമായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റിയിലുള്ള ഇൻവെൻട്രി എപ്പോഴും അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ അവർക്ക് വിചാരിച്ച പോലെ നടത്താൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻവെൻട്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോ മെറ്റീരിയൽ ഇല്ലാതെ പോയി എന്ത് പറ്റും, അവർക്ക് അന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്രയും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അത് അവർക്ക് കോസ്റ്റ് ഇൻകറാക്കും, അല്ലെങ്കിൽ കുറച്ച് നഷ്ടം വരുത്തും. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് എപ്രകാരം പ്രൊഡക്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം കൂടുതലാണോ കുറവാണോ നമ്മുടെ സ്ഥാപനം പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് കൂടിയും ലെവൽ ഓഫ് ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെയുള്ളത് ഇൻവെൻട്രി കോസ്റ്റ് ആണ്. More the amount of inventory is held by the business, more will be the operating cost of holding inventory. അതായത് more the amount of inventory is held the business. ഇപ്പോൾ ഒത്തിരി ഇൻവെൻട്രി അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അവിടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അതായത് ഈ ഇൻവെൻട്രി ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റും കൂടുതലായിരിക്കും അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു വെയർ ഹൗസിങ്, അതുപോലെ ക്യാരിയിങ്, ഹോൾഡിങ്, ഒത്തിരി കോസ്റ്റുകളുണ്ട്. അപ്പോൾ ആ കോസ്റ്റുകൾ അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ദർ ഹാസ് ടു ബി എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ദ ഇൻവെൻട്രി ഹെൽഡ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി. അപ്പോൾ അവിടെ ഒരു ബാലൻസിങ് വേണം, ട്രേഡ് ഓഫ് വേണം. എത്ര ഇൻവെൻട്രി ഹെൽഡ് ചെയ്തിരിക്കുന്നു, അതുപോലെ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്താണ്, which compromises of purchase cost, ordering cost and holding cost, which comprises of അപ്പോൾ നമ്മൾ ട്രേഡ് ഓഫ് ഉണ്ടായിരിക്കണം. നമ്മുടെ ഇൻവെൻട്രി ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ ഒരു കപ്പാസിറ്റിയും അതുപോലെ അതിനാവശ്യമായിട്ട് വരുന്ന ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റുകൾ. ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ് ഏതൊക്കെയാണ്, പർച്ചേസ് കോസ്റ്റ് വരും, ഓർഡറിങ് കോസ്റ്റ് വരും, ഹോൾഡിംഗ് കോസ്റ്റ് വരും. അപ്പോൾ ഈ 3 കോസ്റ്റുകൾ ചേരുമ്പോഴാണ് ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ് ആവുന്നത്. അപ്പം ഇത്രയും ഇൻവെൻട്രി സൂക്ഷിക്കണമെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് മാത്രം ഇൻവെൻട്രി ഹോൾഡ് ചെയ്യുക എന്നുള്ളതും ഒരു ഫാക്ടറാണ്. ആറാമത്തത് ഫിനാൻഷ്യൽ പൊസിഷനാണ്. അതായത് സംടൈംസ് ദ ക്രെഡിറ്റ് ടേംസ് ഓഫ് ദ സപ്ലയർ ആർ റിജിഡ് ആൻഡ് ക്രെഡിറ്റ് പീരീഡ് ഈസ് വെരി ഷോർട്ട്. ദെൻ അക്കോർഡിംഗ് ദ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഓഫ് ദ ബിസിനസ് ദ ഇൻവെൻട്രി ഹാസ് ടു ബി ഹെൽഡ്. ചില സമയത്ത് നമുക്ക് ക്രെഡിറ്റ് ടേംസ് എന്ന് പറയുന്നത് സപ്ലയറിൻ്റെ ക്രെഡിറ്റ് ടേംസ് വളരെയധികം റിജിഡ് ആയിരിക്കും. എപ്പോഴും കടത്തിന് സാധനം തരാനൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു സപ്ലയറാണ്. അല്ലെങ്കിൽ ക്രെഡിറ്റ് പീരീഡ്, നമ്മൾ പണം തിരിച്ചു കൊടുക്കേണ്ടുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു തിരിച്ചടയ്ക്കേണ്ടുന്ന ആ ഒരു സമയം, അത് വളരെ ഷോർട്ടറാണ്. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിലും അതും നമ്മുടെ ഒരു ഇൻവെൻട്രി എഫക്റ്റ് ചെയ്യും. അതായത് നമുക്കിപ്പം 1 മാസം സമയം കൊണ്ട് നമുക്ക് സെറ്റിൽ ചെയ്യണം സപ്ലയറെ, അല്ലെങ്കിൽ അദ്ദേഹം ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും കടത്തിന് സാധനം തരുന്ന ഒരാളല്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് എപ്പോഴും ഓർഡർ ചെയ്യാനായിട്ട് പറ്റാതെ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അത് ആ 1 മാസം കൊണ്ട് നമ്മൾ എന്തെങ്കിലും പൈസ അടച്ച് തീർക്കണം. അതിനുശേഷം വീണ്ടും നമുക്ക് അദ്ദേഹത്തിന് മുന്നിൽ പോയിട്ട് വീണ്ടും സാധനം എടുക്കാനുള്ള ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് ഇൻവെൻട്രി വാങ്ങി സൂക്ഷിക്കും അല്ലേ. അപ്പം അതാണ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി പീരീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. If the operating cycle period is long, then the money realization from the sale of inventory will also take a longer duration. Thus, the inventory manager should be in line with the working capital requirement and the period of operating cycle. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ പീരീഡ് ലെങ്തിയർ ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് നമ്മളൊരു കാര്യം പ്രൊഡ്യൂസ് ചെയ്ത് അത് മാർക്കറ്റിലെത്തി അത് വിറ്റ് അത് ക്യാഷായിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന ആ ഒരു ഗ്യാപ്പ് അത് വളരെ ലെങ്തിയർ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് പറ്റും,
ആ ഇൻവെൻട്രിയുടെ സെയിൽസ് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ക്യാഷ് കിട്ടുന്നത് ലെങ്തറായി പോകും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇഫ് ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ പീരീഡ് ഈസ് ലോങ്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ ലോങ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്, നമ്മൾ ആ ഇൻവെൻട്രി സെല്ല് ചെയ്ത് അത് ക്യാഷാക്കി മാറ്റാനും അത്രയേറെ സമയമെടുക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് അനുസൃതമായിരിക്കണം. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ പീരീഡിനും അത് കൺസിഡർ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വാങ്ങിച്ച് വെച്ച് പ്രൊഡ്യൂസ് ചെയ്തു, പക്ഷേ ഇത് തിരിച്ച് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒത്തിരി കാലം എടുക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ടേജും നമ്മുടെ ലിക്വിഡിറ്റി അത് ബാധിക്കല്ലേ, നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് എത്തുന്നില്ല. സെയിലാണല്ലോ ഏറ്റവും വലിയ റവന്യൂ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ. അപ്പോൾ ആ ഒരു റവന്യൂ നമ്മുടെ കയ്യിൽ എത്തുന്നില്ല. നമ്മൾ കുറേ ഇടത്തുനിന്ന് കടം വാങ്ങിച്ചും നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചുമൊക്കെ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത്. പക്ഷേ അത് വാങ്ങിച്ചുകൊണ്ട് പോയ ആൾക്കാർ നമ്മുടെ കയ്യിലേക്ക് പൈസ തരാൻ, അല്ലെങ്കിൽ ആ ഒരു സാധനം മാർക്കറ്റിൽ സെല്ലായി ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് എത്താനായിട്ട് ഒരുപാട് കാലതാമസം എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും. കാരണം വീണ്ടും സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലേ, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, ബാക്കിയുള്ള ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ ചെയ്യാൻ നമ്മുടെ വീണ്ടും ക്യാഷ് വേണം. ഈ സെയിൽസിൻ്റെ വരുമാനം വെച്ചിട്ടാണ് നമ്മളതൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ അതില്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എക്സ്റ്റേണൽ ഫിനാൻസ് അല്ലെങ്കിൽ ഡെറ്റ്, കടത്തിലേക്ക് പോകും. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ പീരീഡും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ. നെക്സ്റ്റ്, ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡാണ് അടുത്ത പോയിന്റ്, 8ാമത്തെ പോയിന്റാണ് കേട്ടോ, 8th പോയിന്റാണ്. ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ് പറയുന്നത് എന്താണ്, ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഫിലോസഫി ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ് മേ സപ്പോർട്ട് സീറോ ഇൻവെൻട്രി കോൺസെപ്റ്റ് ഓർ ബിലീവ് ഇൻ മെയിൻറ്റെയിനിങ് ഹ്യൂജ് ഇൻവെൻട്രി ലെവൽ. അക്കോർഡിംഗ്ലി ദ ഇൻവെൻട്രി പോളിസി വിൽ ബി ഡിസൈൻഡ് ഫോർ ദ ബിസിനസ്. ഇനി ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്, അവർ എന്ത് ഫിലോസഫിയിലാണ് വിശ്വസിക്കുന്നത്? പലതരം ഫിലോസഫീസ് ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ JIT പറഞ്ഞു, ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി ഉണ്ട്, അതുപോലെ പല ടൈപ്പ് ഓഫ് ഇൻവെൻട്രി സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഇൻവെൻട്രി സിസ്റ്റത്തിലാണ് ടോപ്പ് ലെവൽ അതായത് ഡിസിഷൻ മേക്കേഴ്സ് വിശ്വസിക്കുന്നത്? ചിലപ്പോൾ അവർ സീറോ ഇൻവെൻട്രി കോൺസെപ്റ്റിനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്തത്. ഇൻവെൻട്രി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യണ്ട, തീരുമ്പോൾ സാധനം മേടിക്കുക, ഉണ്ടാക്കുക, ആ ഒരു പ്രോസസ്സ്. ചിലരെന്ത് ചെയ്യും, ഹ്യൂജ് ഇൻവെൻട്രി ലെവൽ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവർ കാണും. അങ്ങനെ പല ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് കോൺസെപ്റ്റുകൾ അഡോപ്റ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആവും. അപ്പോൾ ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? ടോപ്പ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡും ഇതിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് നോക്കാം. നമ്മൾ എന്താ ഇൻവെൻട്രി എന്ന് പറഞ്ഞു അല്ലേ, 3 തരം ഇൻവെൻട്രി പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡാന്ന് പറഞ്ഞു. പിന്നെ അത് ഹോൾഡിംഗ് കോസ്റ്റ് സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇൻവെൻട്രി ഹോൾഡ് ചെയ്യുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് പഠിച്ചു. അതുപോലെ തന്നെ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അല്ലേ, ഇൻവെൻട്രിയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമ്മൾ നോക്കി. അതുപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻവെൻട്രി എന്നുള്ളത് നോക്കി അല്ലേ. അപ്പം ഇൻവെൻട്രി എന്താണ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു കൃത്യ ഐഡിയ കിട്ടിയിട്ടുണ്ട്, ഒരു ബേസ് കിട്ടിയിട്ടുണ്ട്. ഇൻവെൻട്രി എന്താണെന്ന് ഉള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പാർട്ട് 2 എടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ഇതിൻ്റെ മെക്കാനിസംസ് പഠിക്കും. ടെക്നിക്സുകളും കുറച്ച് പ്രോബ്ലംസും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പാർട്ടിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.